നമസ്കാരം. താങ്ക് യു ഡോക്ടർ ധനീഷ്. നമ്മളുടെ സിസ്റ്റം പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകളും പ്രയോജനമാകട്ടെ എന്ന് ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ മാസ്റ്റർ സാമുവൽ ഹാനിമാനെ സ്മരിച്ചുകൊണ്ടും മറ്റുള്ള എല്ലാ പയനിയേഴ്സിനെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. സത്യത്തിൽ ഇന്നത്തെ വിഷയം കണ്ടപ്പോൾ ഞാൻ ധനേഷ് ഡോക്ടറോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഇൻട്രഡക്ഷൻ പറയാമെന്ന്. അപ്പൊ അതിനുശേഷം ശൈല ഡോക്ടർ പെട്ടെന്നാണ് ഡോക്ടർക്ക് ഒരു അസൗകര്യം ഉണ്ടെന്നുള്ളത് അറിയിക്കുകയും മോഡറേറ്റും കൂടി ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു സബ്ജക്റ്റും കൂടി ഒന്ന് തുടങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ചർച്ചയിലോട്ട് പോകാം. അതിനു മുമ്പ് ഇന്നത്തെ വിഷയമല്ല, എന്നാലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാൻ, ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പൊ 1 വർഷമാകുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം, അപ്പോഴാണ് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാ ഡോക്ടേഴ്സും അതായത് പ്രഗത്ഭരായ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഓരോ കേസും നമുക്ക് പുതിയ കേസാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണല്ലോ നമ്മൾ കരുതേണ്ടത്, എത്ര അനുഭവ സമ്പത്തുണ്ടെങ്കിലും. അങ്ങനെ ഒരു കേസ്, ഓരോ കേസും ഇപ്പൊ ഞാൻ കഴിയുന്നതും റെക്കട്രൈസ് ചെയ്ത് തന്നെയാണ് കൊടുക്കാറ്, അക്യൂട്ട് കേസ് ആണെങ്കിൽ. ഇപ്പൊ ലാസ്റ്റ് വന്നൊരു പേഷ്യന്റ്, ഒരു കുഞ്ഞാണ്, ടെമ്പറേച്ചർ ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ അതിന് യൂറിനറി കംപ്ലൈന്റ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നു, എക്കോജനിക്കൽ പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ബ്ലാഡറിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും, പിന്നെ ഫാമിലി ഹിസ്റ്ററി നോക്കുക. അപ്പൊ എന്തായാലും അതിന് റിപ്പീറ്റഡ് ആയിട്ട് സിസ്റ്റൈറ്റിസ് വരുന്ന ഒരു കുഞ്ഞാണ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും കാൽസിനോസിൻ 200 ഒരു ഡോസ് കൊടുത്ത്, പിന്നെ കാന്താരിസ് റിപ്പീറ്റഡ് ആയിട്ട് സിസ്റ്റൈറ്റിസ് വരുന്നതിന് കാന്താരിസ് ആണ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. കാന്താരിസും കൊടുത്ത് ഇപ്പൊ എന്തായാലും ആ ഫ്രീക്വൻസി നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നത് ഇപ്പൊ വീണ്ടും പനികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറായിട്ടും പിന്നെ ഹൈ ടെമ്പറേച്ചറും തളർച്ചയുമായിട്ടാണ് വരുന്നത്. ആഴ്സനിക് ആൽബ് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് അങ്ങനെ കേസ് എടുത്തപ്പോ പനിക്ക് ഞാൻ ഡോക്ടറെ ഒന്ന് ശ്രദ്ധിക്കണം, ഈ പേരില്ലാതെ വരുന്നവരെ അഡ്മിറ്റ് ചെയ്യണ്ട. ഞാൻ POCO M3 എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്, അത് അഡ്മിറ്റ് ആയിട്ടുണ്ട്, വെയിറ്റിംഗ് റൂമിലോട്ട് ആക്കുകയാണെ. പേര് പറഞ്ഞെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ശ്രദ്ധിക്കാൻ തന്നെ ഡോക്ടറെ. ഓക്കെ, ടെമ്പറേച്ചറിനാണ് വന്നത്. അപ്പൊ അതല്ല, അപ്പം ശ്രദ്ധിച്ചപ്പോ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ആ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ യൂറിൻ വീഴുന്ന പോർഷൻ, കാരണം 1 വയസ്സ് കഷ്ടിച്ചേ ആയിട്ടുള്ളൂ, സോ അപ്പം ടോയ്ലറ്റ് ഹാബിറ്റ് ഒന്നും ആയിട്ടില്ല. യൂറിൻ വീഴുന്ന ആ പോർഷനിൽ ഉറുമ്പ് വരുന്നു എന്ന് പറഞ്ഞു. ഞാനൊന്ന് റെഫർ ചെയ്തപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ചും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന് ഗ്ലൈസറേസിയ ഗ്ലേബ്രെ ആണ് ഒറ്റ സിംഗിൾ മെഡിസിനേ ഉള്ളൂ. 3 മാർക്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ കൊടുത്തില്ല ഇന്ന്, കാരണം ടെമ്പറേച്ചർ ഒക്കെ ആയതുകൊണ്ട് അതനുസരിച്ച് മരുന്ന് കൊടുത്തു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹെർണിയ എന്ന് പറയുന്നതാണ് ഇന്നത്തെ സബ്ജക്ട്. നമുക്ക് പലർക്കും ഒരുപാട് കേസുകൾ, അത് വെറും അതിശയോക്തിയിൽ ഒരുപാട് കേസുകൾ വരികയും നമ്മളുടെ സിസ്റ്റത്തിന് തന്നെ സാധ്യതയുമുള്ള ഒരു വിഷയമാണത് ഹെർണിയ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചില ക്ലാസ്സുകളിലൊക്കെ അത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് ചർച്ച ചെയ്താൽ പുതിയ പോയിന്റ്സ്, പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനും, പലരുടെയും അനുഭവങ്ങൾ ഓരോ ഡേ ബൈ ഡേ നമ്മളുടെ പ്രാക്ടീസ് വർദ്ധിക്കുകയും എക്സ്പീരിയൻസ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് ഡേ ടു ഡേ പ്രാക്ടീസിൽ കൂടുതൽ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും സാധിക്കും. ഹെർണിയ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ശരിക്കും അബ്ഡോമിനിലാണ് അത് കാണുന്നത്. അബ്ഡോമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു ലാർജസ്റ്റ് ക്യാവിറ്റിയാണ് അബ്ഡോമിൻ. അബ്ഡോമിൻ നമുക്കറിയാം എവിടെ നിന്നാണ്, മേളിലെ സിഫോയിഡ് പ്രോസസ്സിൽ നിന്ന് താഴെ സിംഫസിസ് പ്യൂബിസ് വരെയുള്ള ഒരു വ്യാപിച്ചു കിടക്കുന്ന ക്യാവിറ്റിയാണ് അബ്ഡോമിൻ. അബ്ഡോമിനിൽ തന്നെ ആന്റീരിയർ അബ്ഡോമിനൽ വാൾ ഉണ്ട്, പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ ഉണ്ട്. അപ്പൊ അതില് ഈ ഹെർണിയേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അബ്ഡോമിനൽ വാളില് ഒരു പൊട്ടൻഷ്യൽ വീക്ക്നെസ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു പോർഷനില് പൊട്ടൻഷ്യൽ വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ അബ്ഡോമിനൽ കണ്ടൻസ്
പ്രൊട്രൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിലാപ്സ് ചെയ്യുക, പ്രൊട്രൂഡ് ചെയ്യുന്ന ആ പോർഷൻ, ആ കണ്ടീഷനെയാണ് നമ്മൾ ഇത് പറയുന്നത് എന്താ, ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ എന്ന് പറയുമ്പോൾ അത് പല ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് ഹെർണിയയും ഉണ്ട്, ഇൻഡയറക്റ്റ് ഹെർണിയും ഉണ്ട്. അതുപോലെ തന്നെ അതിനേക്കാട്ടിലുപരി ഇന്റേണൽ ഹെർണിയും ഉണ്ട്, എക്സ്റ്റേണൽ ഹെർണിയും ഉണ്ട്. എക്സ്റ്റേണൽ ഹെർണിയയിൽ തന്നെ പല രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടുന്ന കേസുകളാണ് ഇത് എന്താണ്, ഫെമറൽ ഹെർണിയ, ഇൻഗീനൽ ഹെർണിയ, ഇൻസിഷണൽ ഹെർണിയ, അംബിലിക്കൽ ഹെർണിയ, ദെൻ ലെംബാർ ഹെർണിയ, ദെൻ അംബിലിക്കൽ തന്നെ പാരാംബിലിക്കൽ ഹെർണിയ, അങ്ങനെ പല ഇത് ഇത്രയുമാണ് നമ്മളുടെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇത്. അതുകൂടാതെ തന്നെ ഡൈവേർഷൻ ഓഫ് റെക്ടൈ എന്നും പറഞ്ഞ്, ഡൈവേരിഫിക്കേഷൻ ഓഫ് റെക്ടൈ എന്ന് പറഞ്ഞൊരു ഹെർണിയേഷൻ ഉണ്ട്. അപ്പൊ ഇന്റേണൽ ഹെർണിയ ഇതെല്ലാം എക്സ്റ്റേണൽ ഹെർണിയാണ് നമ്മുടെ പ്രാക്ടീസിൽ കിട്ടുന്നതുമാണ്. ഫെമറൽ ഹെർണിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എഫ് എന്നുള്ള അത് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഫീമെയിൽസിലാണ് കൂടുതൽ കാണുന്നത്. ഫീമെയിൽസിൽ ഫെമറൽ ഹെർണിയ കൂടുതൽ കാണാനുള്ള ഒരു കാരണം ആ പെൽവിസിന്റെ, ഫീമെയിൽ പെൽവിസിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഫീമെയിൽ പെൽവിസിൽ ലാർജർ ആണ്, വൈഡർ ആണ്. അതുപോലെ തന്നെ ഫെമറൽ കെനാല് വൈഡർ ആണ്. അത് പക്ഷെ ഫെമറൽ വെസൽസ് സ്മോളറും ആയിരിക്കും. സോ ആ സ്പേസ് കൂടുതലുള്ളത് കൊണ്ട് if there is a condition of potential weakness, അവിടെ ആ ഒരു ഇൻഗിനൽ, ആ ഒരു ഫെമറൽ കനാൽ തുടങ്ങുന്ന ആ പോർഷനിൽ ഒരു വീക്ക്നെസ്സും കൂടി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഹെർണിയേഷൻ വരും. അതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഹെർണിയ കൂടുതൽ വരുന്നത്? നമ്മൾ മുൻപ് 2-3 ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന പോസ്റ്ററാണ്. മാന്റെ ഒരു ആ റെവല്യൂഷനിൽ വന്ന ഒരു സ്റ്റാൻഡിങ് എറക്റ്റ് പോസ്റ്റർ ആയതുകൊണ്ട് നമ്മളുടെ ബോഡി വെയിറ്റ് എല്ലാം തന്നെ നമ്മുടെ കാലുകൾ, ലോവർ ലിംസ് ആണ് വെയിറ്റ് ബെയർ ചെയ്യേണ്ടത്. സോ എന്തെങ്കിലും ഒരു കൂടുതൽ വെയിറ്റ് എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൂടുതൽ, അതായത് നമ്മുടെ അമിതഭാരം, ബോഡിയുടെ ശരീരത്തിന്റെ അമിതഭാരം മൂലം ആ ഒരു അബ്ഡോമിനൽ മസിൽസിന് അല്ലെങ്കിൽ അബ്ഡോമിനൽ വാളിന് വീക്ക്നെസ് ഉണ്ടാകുമ്പോഴാണ് ഈ ഹെർണിയ ഉണ്ടാകുന്നത്. ഫെമറൽ ഹെർണിയയുടെ അതൊരിക്കലും കൺജനിറ്റൽ ആയിരിക്കില്ല, കൂടുതലും അക്വേർഡോ അല്ലെങ്കിൽ അക്വേർഡ് ആയിരിക്കും, കൺജനിറ്റൽ ആയിരിക്കില്ല. അപ്പൊ ഫെമറൽ ഹെർണിയയുടെ അതാണ് നമുക്ക് അറിയാവുന്നതുപോലെ. ഫെമറൽ ഹെർണിയ എനിക്ക് നിലവിൽ കേസുകളുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ പറയുന്നത് അങ്ങനെയുള്ള പേഷ്യൻസിനോട് വെയിറ്റ് എടുക്കരുതെന്ന് പറയും. അതാണ് പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രോട്ടോകോൾ പ്ലസ് ഹെർണിയ ബെൽറ്റ്. അത് ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്, സർജിക്കൽസിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സോമിക്ക, ലൈക്കോപോഡിയം, പോക്കുലസ് അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് കൂടുതലുള്ളത്. അപ്പം അത് ഇനി തുടർന്ന് വരുന്ന നമുക്ക് ചർച്ചകളിൽ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അത് ഇൻഗിനൽ ഹെർണിയ നമ്മൾ കൂടുതലും കാണുന്നത് ജെൻസിനാണ്. ഇൻഗിനൽ ഹെർണിയയില് കാണുന്നതെന്ന് വെച്ചാൽ സ്പെർമാറ്റിക് കോഡ് കാണാം. അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ യൂട്രൈൻ ഒരു ലിഗമെന്റും കാണാം. അപ്പം ഈ ഇൻഗിനൽ ഹെർണിയ കൂടുതലും കാണുന്നത് ആ സ്പെർമാറ്റിക് കോഡിന്റെ പ്രൊട്രൂഷൻ കൊണ്ടാണ് മെയിലിൽ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഹെർണിയ തന്നെ റൈറ്റ് സൈഡിന് പ്രത്യേകമുള്ള മെഡിസിനും ഉണ്ട്, നമുക്ക് ലെഫ്റ്റ് സൈഡിന് പ്രത്യേകമുണ്ട്. ഒരു അലോപ്പതി ഡോക്ടറെ സമീപിക്കുമ്പോൾ കൂടുതലും പറയുന്നത് എന്താ, അവരൊരു പ്യൂർലി അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ സർജിക്കൽ കേസ് ആണെന്നാണ് പറയാറ്. കൂടുതൽ പേഷ്യൻസും അല്ലെങ്കിൽ അത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അനുഭവമുള്ളവർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അറിയാം ഇത് വീണ്ടും അവർ ചെയ്യുന്ന എന്താന്ന്. ഇത് കട്ട് ചെയ്ത് ഒരു മെഷ് ഇട്ട് വലിച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെയാണ് ഇത് വീണ്ടും ആ ഒരു പൊസിഷനിലോട്ട് വെക്കുക. പക്ഷേ അതെന്താ പറ്റുന്ന വെച്ചാൽ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ വീക്ക്നെസ് ഉള്ള ആ ഒരു ഏരിയയിൽ വീണ്ടും സർജറി ചെയ്യുമ്പോൾ ആ വീക്ക്നെസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സാധാരണ പേഷ്യൻസിനോട് പറയാറ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കൂടുതലും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ വെയിറ്റ് ബിയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യമേ തന്നെ അത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അത് കുറഞ്ഞില്ല എന്നൊരു ഒരു പേരുദോഷം നമുക്ക് ലഭിക്കാനും പാടില്ലല്ലോ. നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മെഡിസിനോടൊപ്പം തന്നെ വെയിറ്റ് എടുക്കരുതെന്നും പറയുക. പ്ലസ് ഹെർണിയ ബെൽറ്റ് ഉറപ്പായിട്ടും അത് അവൈലബിൾ ആണ് ഇപ്പോൾ, അത് ഉറപ്പായിട്ടും ധരിക്കുകയും ചെയ്യണമെന്ന് പറയുക.
ഒരു മിനിമം 2 വർഷമെങ്കിലും മെഡിസിൻ കഴിക്കണമെന്നും പറയണം. സോ അടുത്തതാണ് നമുക്ക് അപ്പൊ ഇൻഗ്വിനൽ ഹെർണിയയും ഫെമറൽ ഹെർണിയയും. ദെൻ നമുക്ക് കൂടുതൽ കിട്ടിയിരുന്ന കേസാണ് അംബിലിക്കൽ ഹെർണിയ. അംബിലിക്കൽ ഹെർണിയ തന്നെ അംബിലിക്കൽ ഹെർണിയയും ഉണ്ട്, പാരാ അംബിലിക്കൽ ഹെർണിയയും ഉണ്ട്. അംബിലിക്കൽ ഹെർണിയ നമുക്കറിയാം, അംബിലിക്കസിന്റെ പ്രത്യേകതകൾ അറിയാം. അത് കൺജനിറ്റൽ കൊണ്ട് അക്വേർഡ്. കൺജനിറ്റൽ നമുക്കറിയാം, ആ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന പോർഷൻ ആ സമയത്ത് തന്നെ അബ്ഡോമിനൽ ലൂപ്സ് തിരികെ ബാക്കിലോട്ട് നോർമൽ പൊസിഷനിൽ പോകാതിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് കൺജനിറ്റൽ കണ്ടീഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ തന്നെ അതൊക്കെ നോർമൽ ആണെങ്കിലും പിന്നെ ഉള്ള അടുത്ത അക്വേർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു വീക്ക്നെസ് അവിടെ കാണുമല്ലോ, നമുക്കറിയാം. അംബിലിക്കസിന് ഒരു ആ ഒരു ഏരിയയിൽ വീക്ക്നെസ് ഉണ്ട്. അപ്പം പഴയ ആൾക്കാർ പറയുന്നതാണ് അത് വെള്ളം കയറിയതാണെന്ന്. അതൊന്നും ഇല്ല നമുക്കറിയാം. എങ്കിലും ആ വീക്ക്നെസ് അവിടെ ഉള്ളെങ്കിൽ കുഞ്ഞ് കൂടുതൽ നേരെ ശക്തിയായിട്ട് കരയുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ചുമയിലൂടെ ഒക്കെ തന്നെ ആ ഒരു വീക്ക്നെസ്സിലൂടെ അബ്ഡോമിനൽ ലൂപ്സ് പുറത്തു വരികയോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അംബിലിക്കൽ ഹെർണിയ. നമുക്ക് എനിക്കും ദേവഡോക്ടർക്കും ഒരുപാട് കേസുകൾ നെക്സോമിക്ക കൊണ്ട് മാത്രം തന്നെ മാറിയ കേസുകളുണ്ട്. പ്ലസ് നമുക്കിപ്പോ അക്വേർഡ് ആണോ അല്ലെങ്കിൽ ഈവൻ ഒരു കൺജനിറ്റൽ ആണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് സിഫിലിനം അല്ല എന്നുണ്ടെങ്കിൽ മെഡോറിനം അത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇന്റർകറന്റ്. നെക്സോമിക്ക കൊണ്ട് തന്നെ അത് മാറും. പിന്നെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്കിപ്പോ ബെൽറ്റോ അങ്ങനെയൊന്നും അത് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ സാധാരണ പറയുന്നത് ഒരു നാണയം വെച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ച് കെട്ടിടുമ്പോൾ അത് കുറെ അതങ്ങ് ഉൾവലിഞ്ഞു പോകും. പിന്നെ നാച്ചുറലി കുഞ്ഞ് കമന്ന് വീഴുന്ന ആ ഒരു സമയമാകുമ്പോൾ അത് കുറച്ചും കൂടി ഇതായി എല്ലാവർക്കും തന്നെ മാറുകയും ചെയ്യും. പക്ഷെ നമ്മളത് മെഡിസിൻ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇത് കൂടുതൽ വീക്ക്നെസ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷനിലോ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. ദെൻ ഇൻസിഷണൽ ഹെർണിയ. ഇൻസിഷണൽ ഹെർണിയ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഇൻസൈസ് കൂടുതലും ആന്റീരിയർ അബ്ഡോമിനൽ വാളിൽ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ വീക്ക്നെസ് ഉണ്ടാവുകയും അബ്ഡോമിനൽ കണ്ടന്റ്സ് പുറത്തു വരികയും ചെയ്യുന്ന സ്ഥിതിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലീനിയ ആൽബിക്കൻസ് നമുക്കറിയാം. അത് അംബ്ലിക്കസിൽ നിന്നും താഴെ സിംഫസിസ് പ്യൂബിക് സിംഫസിസ് വരെയുള്ള ഒരു ലൈനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്റീരിയർ അബ്ഡോമിനൽ വാളിനെ റൈറ്റ് ആയിട്ടും ലെഫ്റ്റ് ആയിട്ടും തിരിക്കുന്ന ഒരു ലൈനാണ്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. ലീനിയർ നൈഗ്രിക്കൻസ് നമുക്കറിയാം പ്രഗ്നൻസിയിൽ ഗെറ്റ്സ് ഡാർക്കർ, അതുകൊണ്ടാണെന്നറിയാം. ഈ ഒരു ലീനിയർ ആൽബിക്കൻസ് അതായത് ഈ അബ്ഡോമിനൽ വാൾസിന്റെ അതായത് 4 മസിൽസ് ഉണ്ട്. ആ മസിൽസിന്റെ ജോയിൻ ചെയ്യുന്ന ആ പോർഷനിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരു പിന്നെ ഹെർണിയാണ്. അതിന്റെ ഒരു അത് കൂടുതലും വരുന്നത് മൾട്ടിപാരസ് വുമനിലാണ്. നമുക്കറിയാം ആ ഒരു പ്രഗ്നൻസി സമയത്ത് ആ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ആവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ വീക്ക്നെസ് ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുന്ന ഹെർണിയക്കാണ് നമ്മൾ പറയുന്ന ഡൈവേരിക്കേഷൻ ഓഫ് റെക്ടൈ. അപ്പൊ റെക്ടസ് അബ്ഡോമിനസ് മസിൽ അവിടെ ഉണ്ടല്ലോ. പിന്നെ ലെംബാർ പിന്നെ ഹെർണിയ നമുക്ക് അറിയാവുന്ന അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതാണ് ലെംബാർ പോർഷനിലുള്ള ഇതാണ് ഹെർണിയേഷൻ ആണ്. പിന്നെ എപ്പിഗാസ്ട്രിക് നമുക്ക് എപ്പിഗാസ്ട്രിക് റീജിയൻ നമ്മുടെ അബ്ഡോമൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ 9 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എപ്പിഗാസ്ട്രിയം, 2 സൈഡില് ഹൈപ്പോഗാസ്ട്രിയം, നടുക്ക് അംബിലിക്കസ്, അതിന്റെ 2 സൈഡില് പിന്നെ ലെംബാർ, ദെൻ താഴെ ഹൈപ്പോഗാസ്ട്രിയം, അതിന്റെ 2 സൈഡിൽ ഇലിയാക്. അപ്പൊ ആ എപ്പിഗാസ്ട്രിക് റീജിയനിൽ ഉണ്ടാകുന്ന ഹെർണിയാണ് എപ്പിഗാസ്ട്രിക് ഹെർണിയ. അത് ഈ സർജറിയോ ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർ പ്രഷർ ഈവൻ അങ്ങനെയുള്ള കേസിലാണ് അതുണ്ടാകുന്നത്. അപ്പൊ ഇത് ഇത്രയുമാണ് എക്സ്റ്റേണൽ ഹെർണിയ വരുന്നത്. ഇന്റേണൽ ഹെർണിയ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അത് ഇന്റേണൽ ആയിട്ട് അത് എന്തെങ്കിലും എൻഡോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെർണിയ ആണ് ഹയാറ്റസ് ഹെർണിയ. മോസ്റ്റ് പ്രോബബ്ലി അത് ഒരു ഗ്യാസ്ട്രൈറ്റിസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഞ്ചരിച്ചിലൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് മേ ബി ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നെഞ്ചരിച്ചിൽ വരിക, പിന്നെ ഒരു ചെസ്റ്റ് പെയിൻ. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് നെഞ്ചരിച്ചിൽ കാണും, ചെസ്റ്റ് പെയിൻ കാണും, ദെൻ കനോട്ട് നമ്മള് ബെൻഡ് ഓവർ ചെയ്യുമ്പോൾ ഉള്ള പെയിന്, സോളോയിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഹയാറ്റസ് ഹെർണിയ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും പേഷ്യൻസ് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലായിട്ടോ അങ്ങനെയുള്ള കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതൊരു എൻഡോസ്കോപ്പിയാണ് പറയുന്നത്, ഐദർ എൻഡോസ്കോപ്പി ഓർ എക്സ്റേ.
അതിന്റെ രണ്ട് മൂന്ന് ഇപ്പൊ നമ്മൾ എബീസ് കനാഡൻസിസ് അല്ല സോറി എബീസ് നൈഗിരി ആണ് നമുക്ക് അതിന്റെ സിംറ്റം അറിയാം. ഒരു എഗ് ലൈക്ക് എഗ് ഇരിക്കുന്നത് പോലെ തോന്നും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ ഒരു ലോജിക്കലായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചെന്ന് പറയാം ഹയാറ്റസ് ഹെർണിയ ആയിരിക്കും എന്നുള്ളത്. പിന്നെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷനും ഇടാം. എബീസ് നൈഗ്രിയ അല്ലാതെ നമുക്ക് റൊബീനിയ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇന്റൻസീവ് ഹാർട്ട് ബേണിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാർബോവെജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്റൻസ് ഹാർട്ട് ബേണോ അല്ലെ അസിഡിറ്റി അതിന് കാർബോവെജ് നല്ലതാണ്. പ്ലസ് സൾഫറും ആണ് പറയുന്നത്. അതർ ദാൻ ദാറ്റ് നമുക്ക് എല്ലാ മെഡിസിൻസും സിംറ്റംസ് അനുസരിച്ച് കൊടുക്കാം. അപ്പൊ അതാണ് ഹയാറ്റസ് ഹെർണിയ. അപ്പൊ ഒരുവിധം എല്ലാ ഹെർണിയെ കുറിച്ചും ഞാൻ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസും കൂടെ പറഞ്ഞ് നമുക്ക് ചർച്ചയിലോട്ട് പോകാം. പൊതുവെ നമ്മൾ ഹെർണിയ ആണോ എന്ന് നമ്മൾ അറിയുന്നത് പേഷ്യൻസിനോട് നമ്മൾ ചെയ്യും. നിവർന്ന് കിടക്കുമ്പോൾ അത് ഒന്നുമില്ല ഡോക്ടർ, അത് കാണത്തില്ല. പിന്നെ ഒന്ന് ചുമച്ച് നോക്കുമ്പോൾ അത് പ്രൊട്രൂഡ് ചെയ്ത് വരുന്നത് പോലെ തോന്നുന്നു പറയും. അങ്ങനെ നമുക്ക് അത് മനസ്സിലാക്കാം ഹെർണിയയുടെ കാര്യം. പിന്നെ അതല്ലാതെ തന്നെ പിന്നെ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഹെർണിയയുടെ കോംപ്ലിക്കേഷൻസ് 3 എണ്ണമാണ് പറയുന്നത്. ഒന്ന് ഇർറെഡ്യൂസിബിലിറ്റി, ബിക്കോസ് അതറിയാം, മനസ്സിലായില്ലേ? ഇത് ചില പേഷ്യൻസ് നമ്മളോട് വന്ന് പറയും, ഇത് ഉള്ളിലോട്ട് കിടന്നിട്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ അതങ്ങ് പോകുന്നുണ്ട് ഡോക്ടറെ, അകത്തോട്ട് പോകുന്നുണ്ട് ഡോക്ടറെ. അപ്പൊ അങ്ങനെ പോകാത്ത സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ള ഇടയ്ക്ക് പറയാം, ഈ ഹെർണിയയ്ക്ക് എല്ലാം തന്നെ ഒരു സാക്ക് കാണും, ഒരു മനസ്സിലായല്ലോ. അപ്പൊ അതിനൊരു നെക്ക് കാണും, ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു നെക്ക് കാണും, വലിയൊരു ക്യാവിറ്റി, അതായിരിക്കും ലാർജ്. അപ്പൊ ആ ഓപ്പണിങ്ങിൽ എന്തെങ്കിലും ഈ കണ്ടൻസ് അകത്ത് ഉള്ളിലോട്ട് ഹെർണിയൽ സാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് പോകാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ പേഷ്യൻസിന് എന്ത് പറ്റും? പെയിൻ വരും. ഓൾമോസ്റ്റ് മിക്ക പേഷ്യൻസിനും പെയിൻ കാണത്തില്ല. ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ കമ്പൽസറി ആയിട്ട് അവരോട് വെയിറ്റ് എടുക്കരുതെന്നും പറയണം, ഹെർണിയ ബെൽറ്റ് ഇടണമെന്നും പറയണം. അത് രണ്ടും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ മെഡിസിൻ തരികയുള്ളെന്നാണ് ഞാൻ പറയുന്നത്. പേഷ്യന്റ് ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. ആ പേഷ്യന്റ് നമുക്ക് വേണ്ട. വെറുതെ നമ്മൾ മെഡിസിൻ കഴിച്ചിട്ട് നമ്മളുടെ സമയവും കളഞ്ഞ് നമ്മളുടെ സിസ്റ്റത്തിനും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്ത കേസുകളെല്ലാം ഒരു 2 വർഷത്തോളം ആവുമ്പോഴത്തേക്കും നമ്മളുടെ മെഡിസിൻ കഴിച്ച് തന്നെ അത് കംപ്ലീറ്റ് തന്നെ മാറും. സ്റ്റിൽ അവരോട് പറയണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബിക്കോസ് ആ പൊട്ടൻഷ്യൽ വീക്ക്നെസ് എത്രത്തോളം മാറിയെന്ന് നമുക്ക്, എന്നാലും നമ്മുടെ മെഡിസിൻ കൊടുത്തല്ലേ അത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റൂ. ഞാൻ ആ യൂട്രൈൻ പ്രൊലാപ്സിന്റെ കേസസ് പറയുന്നത് പോലെ തന്നെ. അപ്പം അതാണ് ഒരു കോംപ്ലിക്കേഷൻ. ഏത് ഹെർണിയയുടെ ഒരു കോംപ്ലിക്കേഷൻ ഇർറെഡ്യൂസിബിലിറ്റി ആണ്. അങ്ങനെ തിരിച്ചു കയറി പോകുന്നില്ല ഡോക്ടറെ എന്ന് പറയുമ്പോഴാണ് ആ പേഷ്യൻസിന് പെയിൻ വരുന്നത്. രണ്ടാമത് ഒബ്സ്ട്രക്ഷൻ, അത് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് അവിടെ ഇരിക്കും, അതും ഈ സിവിയർ പെയിൻ ആയിരിക്കും. മൂന്നാമത്തേതാണ് സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ എന്ന് പറഞ്ഞാൽ. അത് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇതിന് രണ്ടിനകത്തും ഒരു ബ്ലഡ് സപ്ലൈ നമ്മൾ ബാധിക്കണമെന്നില്ല. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ആ ഒരു ഒബ്സ്ട്രക്ഷൻ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു നെക്രോസിസ് വന്നു, ഒരു ബ്ലഡ് സപ്ലൈ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫെമറൽ കനാലില് ഫെമറൽ വെസൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സപ്ലൈ എല്ലാം ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പോഴാണ് ഒരു നെക്രോസിസ് വരികയും ആ കണ്ടൻസ് ഇസ്കീമിയ ആയി പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനാണ് സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുവിധം എല്ലാ കണ്ടീഷൻസും ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചർച്ചയിലോട്ട് പോകാം. ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സിന്റെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീധരക്കുറുപ്പ് സാറിന്റെ, നമ്മളുടെ ഏറ്റവും ബഹുമാന്യനായ ശ്രീധരക്കുറുപ്പ് സാറിനെ തന്നെ തുടർ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു, വളരെ ബഹുമാനത്തോടെ. സാറെ അൺമ്യൂട്ട്, കോഹോസ്റ്റ് ആണല്ലോ സാറ്, സംസാരിക്കാമല്ലോ. കേക്കാവോ? കേൾക്കാം സാർ. ഇതല്ലാതെ ഈ പറയുന്നതല്ലാതെ എനിക്ക് കുറച്ച് കേസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഒന്നും പറയുന്നില്ല. അതായത് വജൈനൽ ഹെർണിയ ഉണ്ട്. ചിലപ്പോൾ ഹെർണിയ വജൈനൽ സാക്കിലോട്ട് വരും. എനിക്ക് 1-2 കേസുകൾ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി കിട്ടിയിട്ടില്ല. സെപ്പിയാണ് മെഡിസിൻ കൊടുത്ത് കുറവുണ്ടോ. അതും ഇതൊക്കെ ബാധകമാണ്. ഈ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എല്ലാത്തിലും ബാധകമാണ്. പിന്നെ വേറെ ഈ ബുദ്ധിമുട്ടുള്ള ഒരു ഹെർണിയാണ് ഈ ഹിയാറ്റസ് ഹെർണിയ. അത് അസപ്പോയിറ്റഡ് ആണ് സാധാരണ ഞാൻ കൊടുക്കാറുള്ളത്. അസപ്പോയിറ്റഡ് ഒരു നല്ല ഒരു മെഡിസിനാണ്. പിന്നെ അക്യൂട്ട് കണ്ടീഷനൊക്കെ
വരുന്നത് ഇൻഗുനൽ ഹെർണിയയ്ക്ക് സ്ട്രാങ്കുലേറ്റഡും ഒക്കെ ആണെങ്കിൽ അക്യൂട്ടായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അക്കണൈറ്റ്. പിന്നെ സ്പോട്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുന്നതിന് മഗ്നീഷ്യം 100 നല്ലൊരു മെഡിസിനാണ്. പിന്നെ അതുപോലെ തന്നെ മഗ്നീഷ്യം പോസും വേദനയ്ക്കൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് കൂടുതൽ. പിന്നെ ഇത് പറഞ്ഞെന്ന് തോന്നുന്നു, അജയനായിട്ട് പറഞ്ഞു. പിന്നെ ഈ സിസ്റ്റിക് ഹെർണിയ ഇപ്പോൾ ഒരുപാടുണ്ട്. എനിക്കൊരു ഈ അടുത്ത കാലത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു ലേഡി ഡോക്ടർ കാനഡയിലുണ്ടായിരുന്നു. പുള്ളിക്കാലത്തേക്ക് ഈ സിസ്റ്റിക് ഹെർണിയ അത് സ്റ്റാഫിസാക്രിയ കൊടുത്തപ്പം നല്ല കുറവായി. തീർത്തും 100% ആയില്ല, നുണ പറയാൻ പറ്റിയായിരുന്നു. പിന്നെ ഇൻ കേസ് ഓഫ് സ്ട്രാങ്കുലേഷൻ ഓഫ് ഹെർണിയ അവിടെ വളരെ വേദനയൊക്കെ ഉണ്ട്, സ്ട്രാങ്കുലേറ്റഡ് ആയിട്ടുണ്ട്, വെച്ചോണ്ടിരിക്കരുത്. റെമഡീസ് കൊടുത്തു കഴിഞ്ഞ് കുറേ ഒന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പം സർജറി ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ കുറയാതെ വന്നാൽ വെച്ചോണ്ടിരിക്കരുത്. അത് നമ്മൾ പല പ്രാവശ്യം മരുന്ന് കൊടുത്തിട്ടും കുറവില്ലെങ്കിൽ ചിലപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞല്ലോ, ഇത് ബെൽറ്റൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ബാക്കിയുള്ള ഡോക്ടർ ഇഷ്ടം പോലെ പറഞ്ഞതാണ്. റൈറ്റ് സൈഡഡ് ആണ് ലൈക്കോപോഡിയം. പിന്നെ ഈ അംബിലിക്കൽ ഹെർണിയയ്ക്കാണ് ഗ്രാനൈറ്റം എന്ന് പറയുന്ന ഒരു മെഡിസിൻ വളരെ പ്രയോജനമാണ്. പിന്നെ അത്രയൊക്കെ കൂടുതൽ പറയാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞതാണ്, ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. റംബമെറ്റും അതുപോലെ തന്നെ സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയയ്ക്ക് കൊടുക്കാവുന്ന ഒരു നല്ല മെഡിസിൻ. ഇനി വേറെയുള്ളവർ പറയട്ടെ. വേറെ ഉള്ളവർ ആരും പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പറയാം. ഓക്കെ, വേറെയുള്ളവർക്ക് ചാൻസ് കൊടുക്കാം. ശരി സാർ, താങ്ക് യു സാർ. ഹരിഹരൻ ഡോക്ടർ ഉണ്ടല്ലോ സാറ്, സാറിന്റെ ഒരു അനുഭവങ്ങള് പങ്കുവെക്കാമല്ലോ. ഹരിഹരൻ ഡോക്ടർ. പ്രശോഭനൻ ഡോക്ടർ ഉണ്ടല്ലോ, പ്രശോഭനൻ ഡോക്ടറെ. ഹലോ, എന്റെ ഒരു കേസ് പറയുന്നത് എന്റെ മോന്റെ തന്നെ ഒരു കേസാണ്. മോന് ഒരു 2 വയസ്സായപ്പം അവന് സ്ക്രോട്ടൽ ഹെർണിയാണ് വന്നിരുന്നത്. സ്ക്രോട്ടൽ ഹെർണിയ വന്നിരുന്ന അവന് കുറച്ചൊരു സ്കിൻ അലർജി ഒക്കെ ഉണ്ടായിരുന്നു. അത് സ്ക്രോട്ടൽ ഹെർണിയ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല, കുറച്ച് സ്വെല്ലിങ് കണ്ടിരുന്നു. അപ്പൊ അവനൊരു എമർജൻസി കേസ് വെച്ച് എറണാകുളം അമൃതയിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പീഡിയാട്രീഷ്യനാണ് കണ്ടുപിടിച്ചത് ഇങ്ങനെ സ്ക്രോട്ടൽ ഹെർണിയ ഉണ്ട്. ഈ സ്കിന്നിന്റെ പ്രോബ്ലം മാറിക്കഴിഞ്ഞാൽ അത് കുറച്ച് എമർജൻസി ആയിരുന്നു, പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സ്കിന്നിന്റെ. അപ്പൊ അവിടെ വെച്ചാണ് ഇത് ഐഡന്റിഫൈ ചെയ്യണത്, സ്ക്രോട്ടൽ ഹെർണിയ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ കുട്ടി LKG പഠിക്കുകയാണ്, ഞങ്ങള് വെക്കേഷൻ ആകുമ്പോൾ വന്ന് സർജറി ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവിടുന്ന് അപ്പൊ തൽക്കാലം ഡോക്ടർ പറഞ്ഞു മതി, ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ലൈക്കോപോഡിയം ഇത് കൊടുത്തു, നെക്സോമിക്ക കൊടുത്തു, അങ്ങനെ കുറച്ച് മെഡിസിൻസ് അതിന്റെ ഹയർ പൊട്ടൻസി വരെയൊക്കെ നോക്കി. എന്നിട്ടൊന്നും ഒരു റിലീഫും കിട്ടില്ല. 2-3 മാസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ ഒരു സീനിയർ ഡോക്ടർ ചങ്ങനാശ്ശേരിയില്, ഇപ്പൊ ഡോക്ടർ മരിച്ചു, NI ബാബു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറുമായിട്ട് ആലോചിച്ച് ഡോക്ടർ മോന്റെ കേസ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞ സിംറ്റം വെച്ച്, ഡോക്ടർ ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ പാലക്കാടുമാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് കൂടുതൽ കിട്ടുന്ന, അവന്റെ ഇതൊക്കെ വെച്ചിട്ട് കിട്ടുന്നത് കാർസിനോസിനാണ് കൂടുതൽ, അതൊന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പൊ കാർസിനോസിന് 1 ഒരു ഡോസ് കൊടുക്കാൻ പറഞ്ഞു. 1 കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഒരു വ്യത്യാസവും ഇല്ല, അങ്ങനെ തന്നെ ചെയ്യാം. ഡോക്ടർ പറഞ്ഞു എന്തായാലും വെയിറ്റ് ചെയ്യൂ, ഇനി റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞൊരു 15 ദിവസം കൂടെ കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞിട്ട് 45 ദിവസമായിട്ടും 45 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു.
കാർസിനോസിൻ വണ്ണം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ഡോക്ടർ രണ്ടാമത്തെ ഒരു ഡോസ് സമ്മതിക്കുകയില്ലാത്ത ആളാണ്. അങ്ങനെ രണ്ടാമത്തെ ഡോസ് കൊടുത്തു. അതുകൊണ്ടും ശരിക്കുള്ളൊരു ക്യൂർ കിട്ടിയില്ല. കഴിഞ്ഞൊരു 3 മാസമായപ്പം ഡോക്ടറോട് വിളിച്ചു. ഇങ്ങനെ അപ്പൊ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അങ്ങനെയുണ്ട്, ഒന്ന് പ്ലസ് ചെയ്ത് കാർസിനോസിൻ പ്ലസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. കാർസിനോസിൻ പ്ലസ് ചെയ്ത് ഒരു 3 ഡോസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്വെല്ലിങ് കംപ്ലീറ്റ് പോയി, കംപ്ലീറ്റ് ക്ലിയർ ആയി. പിന്നെ ഒരു പ്രോബ്ലം ഇതുവരെയായിട്ട് ഇപ്പൊ അവന് 24 വയസ്സായി, ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ കംപ്ലീറ്റ് ക്യൂർ ആയി. ശരിക്ക് 3 ഡോസ് കാർസിനോസിൻ മാത്രമാണ് കൊടുത്തത്. 2 ഡോസ് വണ്ണം കൊടുത്തു, 3rd ഡോസ് കൊടുത്ത് പ്ലസ് ചെയ്ത് വണ്ണം തന്നെ പ്ലസ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണ് അവന്റെ ഇത് മാറിയത് കംപ്ലീറ്റ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, 24 വയസ്സായി, ഒരു പ്രശ്നവുമില്ല. അതെ സർ, നല്ല നമ്മളുടെ തന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി പ്രയോജനപ്പെടുന്നു, നല്ല വിശ്വാസവുമാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ധൈര്യമാണല്ലോ. ഞങ്ങളുടെ ഒരു കേസും അങ്ങനെ തന്നെ, ഇതല്ല ഹെർണിയ അല്ലെങ്കിൽ പോലും അപ്പൻഡിസൈറ്റിസ് ഞങ്ങളുടെ മോന് വന്നിട്ട് നമ്മളുടെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് തന്നെയാണ് മാറിയത്. 13 ദിവസം എടുത്തു, പക്ഷെ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോയില്ല. നമ്മളുടെ മെഡിസിൻ കൊണ്ട് തന്നെ. പൾസാറ്റിലാണ് അവിടെ അന്ന് അവന് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വന്നത്. ആദ്യം ഞങ്ങള് കരുതിയിരുന്ന ഫോസ്ഫറസ് ആണെന്നാണ്. കാരണം ഒരു ടു ബി മാഗ്നറ്റൈസ്ഡ് എന്നുള്ള ഒരു ഇതുമൊക്കെ സിംറ്റംസും എല്ലാം കണ്ട് അതുകൊണ്ടാണ് ആ ഫോസ്ഫറസിലോട്ട് പോയത്. പക്ഷെ ഫോസ്ഫറസ് കൊടുത്തിട്ടും അത് വ്യത്യാസം കണ്ടില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അത് പൾസാറ്റിലൈറ്റിലോട്ട് പോവുകയും പൾസാറ്റില 30 കൊണ്ട് തന്നെ അത് മാറുകയും ചെയ്തു. അപ്പൊ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യൻസിനോട് അത് ഒന്നും കൂടി ധൈര്യമായിട്ട് അത് ഷെയർ ചെയ്യാമല്ലോ. അപ്പൊ ഇനി കഴിഞ്ഞോ സാറിന് അല്ലാതെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടോ പ്രശാന്ത് ഡോക്ടറെ? പിന്നെ ലൈക്കോപോഡിയം നെക്സോമിക്ക ചെറിയ കുട്ടികൾക്കൊക്കെ കുറെ കേസുകൾ അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ക്ലാസിക്കലായിട്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ നെക്സോമിക്ക ലൈക്കോപോഡിയം ഒക്കെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇതിപ്പോ സാറ് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സാറിന്റെ ഉറപ്പിലാണ് നമ്മൾ റിപ്പീറ്റ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആ 3 ഡോസ് കൊണ്ട് തന്നെ മാറിയെന്നും മറ്റു മെഡിസിൻസ് കൊടുക്കാതെ തന്നെ മാറിയെന്നും ഉറപ്പായിട്ട് പറയാൻ പറ്റും. അല്ലാതെ സാധാരണ കുട്ടികളുടെ കേസ് നമുക്ക് നെക്സും ലൈക്കോപോഡിയും ഒക്കെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത്രയും ക്ലാസിക്കലായി കിട്ടിയത് മോന്റെ ഒരു കേസാണ്. അത് സാറിന്റെ സപ്പോർട്ടൂടെ ഉള്ളത് കൊണ്ടാണ്. എന്റെ രീതി അനുസരിച്ചാണ് ഞാൻ പണ്ടേ റിപ്പീറ്റ് ചെയ്ത് പോയവന്. പിന്നെ കാർസിനോസിൻ ആയത് കാരണം റിപ്പീറ്റ് ചെയ്യാൻ കുറച്ച് ഭയവും കൂടെ ഉണ്ടായിരുന്നു. വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വെച്ചു. അപ്പൊ സാറ് പ്ലസ്സിങ് ഒരു പിന്നെ ഗ്ലോബ്യൂൾസ് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ അതിൽ നിന്ന് 1 സ്പൂൺ കൊടുത്തു. ബാക്കിയുള്ള 2-3 സ്പൂണിലാണ് കലക്കണം. അതിൽ ആ 2ാമത്തെ സ്പൂൺ പിറ്റേ ദിവസത്തേക്ക് വെക്കും. ആ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും 1 സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ട് അത് നല്ലോണം സ്റ്റെർ ചെയ്തിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ കൊടുക്കും. ബാക്കി 1 സ്പൂൺ പിറ്റേ ദിവസത്തേക്ക് വെക്കും. അപ്പൊ 3ാമത്തെ സ്പൂൺ പൊട്ടൻറ്റൈസ് ചെയ്ത് പ്ലസ് ചെയ്തിട്ട് 3ാമത്തെ പ്രാവശ്യത്തിലെ ഡോസിൽ കൊടുത്തു കഴിഞ്ഞപ്പം ഒരാഴ്ച കൊണ്ട് തന്നെ മാറി. പിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 ദിവസം കൊടുത്തപ്പോ സാറ് പറഞ്ഞു വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പില്ല് 3 സ്പൂണിലാണോ ആദ്യം കലക്കിയത്? അതെ. അതിൽ ഒരു പില്ല് 1 ഡോസ് 1 സ്പൂൺ കൊടുക്കും. 2ാമത്തെ 1 സ്പൂൺ അടുത്ത ദിവസത്തേക്ക് വെക്കും. ബാക്കിയുള്ളത് കളയും. ബാക്കി മുഴുവൻ ഉപയോഗിക്കില്ല. ബാക്കിയുള്ള മുഴുവൻ മെഡിസിൻ കളയണം. 1 സ്പൂൺ മാത്രമേ പിറ്റേ ദിവസത്തേക്ക് വെക്കൂ. പിറ്റേ ദിവസം അതേപോലെ തന്നെ അതിലേക്ക് 1 സ്പൂൺ അഡീഷണൽ ചേർക്കും. അത് പ്ലസ് ചെയ്ത് 1 സ്പൂൺ എടുത്തിട്ട് പിന്നെ 1 സ്പൂൺ അതിൽ നിന്ന് എടുത്തിട്ട് പിറ്റേ ദിവസത്തേക്ക് വയ്ക്കും. അങ്ങനെയാണ് പ്ലസ് ചെയ്ത് 3 ദിവസം കൊടുത്തത്. അത് കഴിഞ്ഞ് 3ാമത്തെ പ്ലസ്സിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്തു. ആ പ്ലസ്സിങ് മെത്തേഡിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോന്റെ ഹെർണിയേഷൻ കംപ്ലീറ്റ് പോയി. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഇപ്പൊ അവൻ ഡോക്ടറാണ്. അവൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാർ. ഡോക്ടർ ശോഭന രാമവർമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ ശോഭന ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. താങ്ക് യു പ്രശാന്ത് ഡോക്ടറെ. ഡോക്ടർ ശോഭന രാമവർമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ? എനിക്ക് ഈ റെഗുലർ ആയിട്ടുള്ള നക്സോമിക്ക വെച്ചും ലൈക്കോപോഡിയം റൈറ്റ് സൈഡ് പ്രധാനമായിട്ടും ലൈക്കോപോഡിയം ഇതൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ സ്പെഷ്യൽ കേസസ് എനിക്ക് ഉണ്ടായിട്ടില്ല. നാച്ചുറൽ നോർമൽ യൂഷ്വൽ എല്ലാവരും ഉപയോഗിക്കുന്ന കൺവെൻഷണൽ മെഡിസിൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ സ്പെഷ്യൽ കേസസ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോറി.
ഇനി സലീം കുമാർ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്? അതെ ഡോക്ടർ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നോക്കി അത് നോക്കി കൊടുക്കണമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാനുള്ള അറിവില്ല. പലർക്കും പല കുട്ടികൾക്ക് ഇത് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഞാൻ മാറ്റിയിട്ടുള്ള മൂത്ത ആൾക്കാർക്കൊന്നും അധികം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ആ നേരത്ത് റെപ്പർട്ടറിയിലൊക്കെ നോക്കി കിട്ടുന്നത് വെച്ച് കൊടുക്കും. ഫലിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പലപ്പോഴും പറ്റാറില്ല. അത്രേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാനും ആലോചിച്ചത് ഇതിന് ടൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അധികം പറയാൻ അധികം പേർക്ക് കാണൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് കാര്യമായിട്ട് കാത്തിരിക്കും. എല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. വിശദമായിട്ട് പറയാൻ അതിൻ്റെ അതൊന്നുമില്ല. ഡോക്ടറാണ് അല്പമെങ്കിലും ഒന്ന് വിശദമായിട്ട് എന്തെങ്കിലും പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ രാജേശ്വരി, ഡോക്ടർ ലതാ മനോഹരൻ ചാറ്റ് ബോക്സിൽ എഴുതിയിരിക്കുന്നു, ഷി വുഡ് ലൈക്ക് ടു ടോക്ക്. ഓക്കെ ഓക്കെ. ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്യാഞ്ഞിട്ടാ ഞാൻ ശ്രദ്ധിക്കാൻ. ലതാമോഹൻ ഡോക്ടർ ഒന്ന് പറഞ്ഞാട്ടെ. ലതാമോഹൻ ഡോക്ടറെ മ്യൂട്ട് ആണല്ലോ. ഡോക്ടറെ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഡോക്ടറെ, എനിക്ക് ഒരു കേസ് ഡിസ്കസ് ചെയ്യാനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വേറെ ഒപ്പീനിയനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കേസ്. അപ്പം ഒരു ബ്രെയിനിങ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും നെഞ്ചരിച്ചില്, പിന്നെ വയറ് വന്ന് വീർക്കുക. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഹെപ്പാറ്റിക് സ്റ്റീനോസിസ് ഉണ്ട്, ഫസ്റ്റ് ഗ്രേഡ്. പിന്നെ പ്രോസ്റ്ററ്റോമെഗലി ഉണ്ട്, പിന്നെ അംബലിക്കൽ ഹെർണിയ ഉണ്ട്, അബ്ഡോമിനൽ ബവൽ തിക്കനിങ് ഉണ്ട്, വാൾ തിക്കനിങ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഉള്ളത്. അപ്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ആദ്യം നക്സോമിക്ക 3X ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ മുന്നോട്ടായി കേൾക്കാൻ പറ്റിയില്ല. അടുത്തത് ഡോക്ടറെ കേൾക്കുന്നില്ലല്ലോ കേട്ടോ. കേൾക്കുന്നില്ല ഡോക്ടറെ. ഓക്കെ, ഇപ്പൊ കേൾക്കാം. ഹെപ്പാറ്റിക് അംബിലിക്കൽ ഹെർണിയ പേഷ്യന്റ് മെയിലാണോ ഫീമെയിലാണോ? മെയിലാണ്. 60 വയസ്സ്. 60 വയസ്സ് മെയിൽ പേഷ്യന്റ്. മെയിൽ പേഷ്യന്റ്. അപ്പൊ ഞാൻ പറയാൻ പുറകെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു ഡോക്ടറെ? സിംറ്റംസ് ആണ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറ് വന്ന് വീർക്കുക, പിന്നെ ബേണിങ്, നെഞ്ചരിച്ചിലുണ്ട്, ബേണിങ് ഉണ്ട്, പിന്നെ വയറ് വന്ന് വീർത്തിട്ട് കുനിയാനോ നടക്കാനോ ഒന്നും പറ്റുകയില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ആഹാരം കഴിക്കാൻ പറ്റുകയില്ല, വന്ന് വീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ആംബിലിക്കൽ ഹെർണിയ ഉണ്ട്, പിന്നെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട്, ഹെപ്പാറ്റിക് സ്റ്റീനോസിസ് ഉണ്ട്, പിന്നെ ബവൽ തിക്കനിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ കൊടുത്തത് നക്സോമിക്ക 3X ആയിരുന്നു. ആദ്യത്തെ 2 മാസം നക്സോമിക്ക 3X കൊടുത്തു. പിന്നെ അതിന്റെ കൂടെ കാർബോളജി കൊടുത്തിരുന്നു. പിന്നെ ഇപ്പൊ ലൈക്കോപോഡിയം കൊടുക്കുന്നുണ്ട്. ഇത്രയായി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിന്റെ പൊട്ടൻസി ഒന്ന് 30-ലോട്ടാക്കി. ഇച്ചിരി കുറവുണ്ട്. നെഞ്ചരിച്ചിലെല്ലാം മാറി. ഇപ്പൊ നെഞ്ചരിച്ചിലില്ല, വയറ് വന്ന് വീർക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബെൽറ്റ് പറഞ്ഞിരുന്നു. ആ ബെൽറ്റ് 2 മാസം പറഞ്ഞിട്ടും അവര് സീരിയസ് ആയിട്ട് എടുത്തില്ല. 3-ാമത്തെ മാസം വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ചികിത്സിക്കത്തില്ല, നിങ്ങൾ ബെൽറ്റ് കെട്ടി ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മാത്രം, പിന്നെ ഹെവിനെസ് ആയിട്ട് വെയിറ്റ് എടുക്കാതിരുന്നാൽ മാത്രമേ മരുന്ന് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ മാസം മുതലാണ് ഇപ്പം ബെൽറ്റ് കെട്ടി. ഇപ്പം 1 മാസം കൂടെ ആയി. അപ്പൊ ഞാൻ ആശ്വാസമുണ്ട്. 30-ലോട്ടായി. 3X നക്സ് കൊടുത്തിരുന്നതാണ്. ഇപ്പൊ ഞാൻ 30 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദീപപ്രകാശ് ഡോക്ടർ ലൈക്കോപോഡിയം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് സംസാരിക്കാമോ? ദീപപ്രകാശ് ഡോക്ടറെ കേൾക്കാമോ? ദീപപ്രകാശ് ഡോക്ടറെ, ലൈക്കോപോഡിയം ഞാൻ കണ്ടു, പൊട്ടൻസി ഇല്ല, അതല്ലാതെ വേറെ ഏത് മെഡിസിൻ ആണെന്നൊന്ന് പറയാമോ? സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തതാണോ ഇപ്പോ?
ആ, ആ അതെ, ഞാൻ പറഞ്ഞാട്ടെ. വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ വിട്ടുപോകുന്ന ഹയാറ്റസ് ഹെർണിയ. എനിക്കൊരു അനുഭവം ഉള്ളത്, ഈ പൊതുവെ രാത്രിയൊക്കെ പലപ്പോഴും പേഷ്യൻസ് ആയിട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ഒറ്റ കുട്ടിയെയും കരച്ചിൽ അടയ്ക്കാതെ തിരിച്ചു ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ ഒരു 3 കുട്ടികളെ മാത്രം എനിക്ക് വിടേണ്ടി വന്നു. ആ 3 പേർക്കും സർജറി വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു കുട്ടിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന കുട്ടികളാണ്. ഒരു കാല് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെക്കുമ്പോഴും മറ്റേ കാല് നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഈ കുട്ടി ഒരു കാലിങ്ങനെ കയറ്റി വെക്കുന്നു. അപ്പൊ ആ കാല് നിവർത്താൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്താ ഇങ്ങനെ കാണിക്കണമെന്ന് നോക്കിയിട്ട് കാലെ പിടിച്ച് വെച്ച് നിർത്തുമ്പോൾ കുട്ടി വലിച്ചു വെക്കുന്നുണ്ട്. തള്ള എടുത്തു വെച്ചിട്ടിരിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്തൊക്കെയോ ഞാൻ കുറച്ച് അതൊക്കെ ആ നേരത്ത് കൊടുത്തു. എന്താന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഹയാറ്റസ് ഹെർണിയാന്നൊന്നും എനിക്ക് അറിയാനേ പാടില്ല ആ സമയത്ത്. അപ്പൊ ഈ കുട്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകുള്ളൂ, എന്താ ചെയ്യാന്ന്. ഇവിടെ അടുത്ത് എന്റെ അടുത്ത് 2-3 കിലോമീറ്ററിനുള്ള നല്ലൊരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുട്ടിയെ പിറ്റേന്ന് രാവിലെ തന്നെ ഒരു സർജറി ചെയ്ത് ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറെ ഞാൻ വിളിച്ചപ്പോൾ അത് പറഞ്ഞു, കാലെങ്ങനെ പൊക്കി പിടിക്കുന്നത് ഹയാറ്റസ് ഹെർണിയയുടെ ഒരു സിംറ്റം ആണെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റില്ല. ആ കുട്ടി ഒരു കാലിങ്ങനെ ചേർത്ത് മുകളിലേക്ക് വയ്ക്കും. അത് ഹയാറ്റസ് ഹെർണിയയുടെ ഒരു സിംറ്റം ആണ്. അപ്പൊ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം. അതെ, നല്ലൊരു അനുഭവമാണല്ലോ. 2 കാലും അല്ല, ഒരു കാല് മാത്രം മുകളിലോട്ട് മടക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു സലീം ഡോക്ടറെ. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റേ നമ്മുടെ ലതാ മനോഹരൻ കഴിഞ്ഞ. സലീം ഡോക്ടർ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. ലതാ മനോഹരൻ ഡോക്ടർ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും സർജിക്കൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാഫിസാഗ്രിയ നമുക്ക് കൊടുക്കാം. പ്രോസ്റ്റേറ്റാമെഗാലിയൊക്കെ ഉണ്ടല്ലോ. സ്റ്റാഫിസാഗ്രിയ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നെക്സോമിക്ക ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹയർ പൊട്ടൻസി ആയിരിക്കും കൊടുക്കുക. 1 എന്തായാലും ആയിരിക്കും കൊടുക്കുക. 3x ആയിരിക്കത്തില്ല തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കേസിൽ. നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറിന് എന്താണ് അഭിപ്രായം? സാർ എവിടെ? സാറ് അഭിപ്രായം പറഞ്ഞാട്ടെ. സാറ് സംസാരിക്കുന്ന കേൾക്കാൻ വയ്യ. ശ്രീധരക്കുറുപ്പ് സാറേ. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം സാർ. അത് കേസ് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ സിംറ്റംസ് എല്ലാം എടുത്തിട്ട്, ക്രേവിങ്സ്, അവേർഷൻ എല്ലാം എടുത്തിട്ട് റെപ്പർട്ടൈസ് ചെയ്തിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തിട്ട് ഡിസൈഡ് ചെയ്ത് കൊടുത്താലേ അത് കുറയുള്ളൂ. അത് മൾട്ടിപ്പിൾ സിംറ്റംസ് ഉള്ളത് കൊണ്ടാണ്, സിംഗിൾ സിംറ്റംസ് അല്ലല്ലോ. അതുകൊണ്ട് നല്ലവണ്ണം ചെയ്താലേ കുറയുള്ളൂ. പക്ഷെ എനിക്ക് വേറെ 1-2 പറയാനുണ്ട്. അത് എല്ലാവരും പറയുകയാണെങ്കിൽ അവർക്കൂടെ പറയണ്ടേന്ന് വിചാരിച്ച് പറയാതിരുന്ന. എനിക്ക് 1-2 ഈ ജനിച്ച ഉടനെ തന്നെ 1 മാസത്തിനകം ഹെർണിയായിട്ട് വന്ന കുഞ്ഞുങ്ങളുണ്ട്. കരച്ചിൽ നിർത്തിയത്. അന്നേരം പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഇൻഫന്റൈൽ കൺജനൈറ്റൽ ഹെർണിയ. അത് പൂജ കൊടുത്തപ്പോൾ ശരിയായി. വേറൊരു കേസിൽ നക്സോമിക്ക കൊടുത്തു. വേറൊരു 3ാമതൊരു കേസിൽ ഓറമെറ്റാണ് കൊടുത്തത്. ഇത് 3 ഇൻഫന്റൈൽ ഹെർണിയായി എഫക്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെ സാർ, ഓറമെന്റ് നല്ല ആക്ഷൻ കിട്ടും. തൂജ സാറ് പറഞ്ഞത് ശരിയാണ്. കൺജനിറ്റൽ കണ്ടീഷനിൽ തൂജ പറയുന്നുണ്ട്, അത് ഞാൻ വിട്ടുപോയായിരുന്നു. നല്ലതാണ് ഓറമെന്റ്. പിന്നെ ടെൻഡർനെസ്, സ്ട്രാങ്കുലേറ്റഡില് നമ്മൾ തൊടുമ്പം ടെൻഡർനെസ് ഉണ്ടെങ്കിൽ സൈലീഷ്യ വളരെ നല്ലൊരു മെഡിസിൻ പറയുന്നുണ്ട്. അതെ, അതൊക്കെയാണ് ഞാൻ പറയാനുള്ളൂ. പിന്നെ ഇതൊന്നും വെച്ചോണ്ടിരിക്കരുത്. ഒരുപാട് കുറവില്ലെങ്കിൽ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. അതിനകത്ത് എൻ്റെ ഒരു റിലേറ്റീവ്സിന് ഈ എന്തുകൊണ്ട് കുറച്ച് കഴിച്ചപ്പോൾ കുറവുണ്ടായിരുന്നു. പിന്നെ പുള്ളി അത് കുറച്ചുനാൾ കുറവുണ്ടായി കഴിഞ്ഞ് തീർത്ത് മാറുന്നില്ലെന്ന് പറഞ്ഞു പോയി. പുള്ളി അത് കഴിഞ്ഞ് വേറെങ്ങാണ്ടി വന്നിട്ട് അതിനെക്കാട്ടി കൂടുതൽ കുറവായതല്ല, ഇതവരെ കുറഞ്ഞിട്ടില്ല. ചിലർക്ക് ഇച്ചിരി കുറവ് കണ്ടു കഴിഞ്ഞാൽ അവർ നിൽക്കുകയില്ല. അത് വേറെ ഒരു ഞുള്ളി എടുക്കുമെന്നും പറഞ്ഞ് വേറെ ഡോക്ടർമാരുടെ അടുത്തോട്ട്. ആർക്കും ഞുള്ളിയൊന്നും എടുക്കാനൊന്നും പറ്റിയല്ല. ഈ ഹെയറ്റിക് ഹെർണിയ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. കഴിക്കാൻ മേല, ബേണിങ് ഡ്യൂറിങ് യൂറിനേഷൻ, എന്നാ കഴിച്ചാലും അത് വളരെ വിഷമം. അങ്ങനെ അതൊരു ഭയങ്കര. അതുപോലെ തന്നെ ഈ സിസ്റ്റോസിൽ ഹെർണിയ, അതായത് സാധാരണ ലേഡീസിന് ഓൾഡ് ഏജ് ആകുമ്പം വരുന്ന ഒരു ഇതാണ്. അത് ഞാൻ കൂടുതൽ സെപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പിയായിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വജൈനൽ ഹെർണിയായി. ഇത് രണ്ടും
ലേഡീസിന് പ്രായമാകുമ്പോൾ ഇത് രണ്ടും കൂടുതൽ കാണാറുണ്ട്, റിസൾട്ടും കിട്ടാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പറയും ഇതൊരു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വേഗം കുറയും, ആണെങ്കിൽ വേഗം കുറയും. പക്ഷെ പ്രായമുള്ളവർ ആ ഈ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവർ, എനിക്ക് പാലക്കാട്ട് നിന്നൊരു പേഷ്യൻ്റ് ഈ അടുത്ത കാലത്ത് വന്നു. അയാൾക്ക് ഈ വീടുകൾ തോറും ചുമടെടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന, അയാൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. പക്ഷേ അയാൾ ഒരു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്യല. റെസ്റ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടുതൽ വരുമ്പം കിടക്കണം, അതുപോലെ റെസ്റ്റ് എടുക്കണം, പിന്നെ കയറ്റം കയറരുത്, പടി കയറരുത്, വെയിറ്റ് എടുക്കരുത്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി. അതൊന്നും ചെയ്തില്ലെങ്കിൽ കുറയല്ല. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റെസ്ട്രിക്ഷൻസ് ആവശ്യം. അല്ലെ നമ്മൾ ചുമ്മാ അത് ഹോമിയോപ്പതി കഴിച്ചാൽ ഇതെല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പണി കിട്ടും. എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ. വേറെ ഉള്ളവർ ഇതിനെക്കാട്ടി എല്ലാം മിടുക്കനും മിടുക്കിത്തികളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഓട്ടോ ഡോസ് കൊണ്ട് കുറയ്ക്കാവുന്നൊക്കെ പറയുന്നവർ ഇരിപ്പുണ്ടായിരിക്കും. ഇപ്പം ഡോക്ടർ എൻ.ഐ. ബാബുവിനെ കൂട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഞാൻ പല ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും പറയാതെ വരുമ്പോൾ അദ്ദേഹമായിട്ട് പല കേസുകളിലും ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ സിംഗിൾ റെമഡിക്കാരൻ ഒറ്റ ഡോസേ കൊടുക്കുള്ളൂ, സിംഗിൾ റെമഡിയാണ്. 90% അതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടും. പിന്നെ പുള്ളിയുടെ കുറെ ശിഷ്യന്മാരൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം സിംഗിൾ റെമഡിയും വെച്ചോണ്ട് റിസൾട്ട് കിട്ടാതായപ്പോൾ പ്രോട്ടോകോളിലോട്ടായി. ശരി, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ ഉള്ളവരോടൊക്കെ പറയട്ടെ. ഇവിടെ വേറെ ഒത്തിരി 15 മിനിറ്റ് ഉണ്ട്. ശരി സർ, ശരി, താങ്ക് യു സർ. ഡോക്ടർ ദേവൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ അനുഭവങ്ങൾ. നമസ്കാരം. ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? ലതാ മനോഹരൻ ഡോക്ടർ പേഷ്യന്റിന് കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? ലതാ മനോഹരൻ ഡോക്ടർ എവിടെ? ഡോക്ടറെ ഡോക്ടർ പോയോ? ഡോക്ടറെ കാണുന്നില്ലല്ലോ. വന്നിട്ടുണ്ട്. വന്നു. കുറവുണ്ട്, നല്ല കുറവുണ്ട്. കുറവുള്ളപ്പോ മെഡിസിൻ മാറ്റണ്ട. അത് നമ്മള് അതിൽ തന്നെ അത് തുടരുക. കാരണം കുറവുണ്ടാകുന്നപ്പോ മെഡിസിൻ ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവര് വീണ്ടും വന്നപ്പോ ഹെർണിയൽ ബെൽറ്റ് സജസ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറവുണ്ടെന്ന് എനിക്കും തോന്നി. അപ്പൊ കുറവുള്ളത് കൊണ്ടാണല്ലോ അവർ വരുന്നത്. അവർക്ക് ആശ്വാസം. പിന്നെ എന്തെങ്കിലും അക്യൂട്ട് സിംറ്റം വരുമ്പോ നമ്മൾ അതിന്റെ അക്യൂട്ട് എക്സാസർബേഷൻ ഉണ്ടാകുമ്പോ അത് വെച്ചിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാം. ഈ സർജറി വല്ലതും കഴിഞ്ഞ പേഷ്യന്റ് ആണോ ഇത്? അല്ല ഡോക്ടറെ, അല്ല. അല്ല. ഗ്യാസ് ഒക്കെ പോകുന്നുണ്ട് ശരിക്കും അല്ലെ? താഴേക്ക് ഗ്യാസൊക്കെ പോകുന്നുണ്ട്. അത് ഒത്തിരി പിന്നെ ഫ്ലാറ്റിസം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. നന്നായിട്ട് ഏമ്പക്കോ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ വളരെ സുഖമുണ്ട്. ആഹാരം കഴിച്ചാൽ ഒരു ഡിസ്കംഫർട്ടും ഇല്ല. കുനിയാം, കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറവുള്ളപ്പോ പിന്നെ ഒരു മെഡിസിൻ മാറ്റേണ്ട ആവശ്യമില്ല. ആ മെഡിസിൻ ആക്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. ആക്ട് ചെയ്തപ്പോ തീർച്ചയായിട്ടും അത് തന്നെ കൊടുക്കുക. പിന്നെ ഞാൻ പൊതുവായിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, ഹെർണിയ ഇപ്പൊ ഇതിനു മുമ്പ് ഒരു ചർച്ച നടന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കക്കാവായിരുന്നവര് ഇപ്പോ ഈ വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു പണ്ട് മുങ്ങി വാരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കൊല്ലി എന്ന് പറയും, ഒരു ഇരുമ്പിന്റെ ഒരു സംഭവമാണ്. അപ്പൊ അത് വലിയൊരു പൈപ്പിൽ താത്തിയിട്ട് അതുകൊണ്ടാണ്. അപ്പൊ അത് വലിച്ചു പൊക്കി വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോ ഈ വെള്ളത്തിലേക്ക് മറിക്കാൻ നേരത്തുള്ള സമയത്ത് നല്ല വെയിറ്റ് ആയിരിക്കും. ഈ വെള്ളവും മണ്ണും, പിന്നെ മണ്ണ് കുറെ അവര് ഇങ്ങനെ ഒന്ന് ഒലച്ചാൽ പോലും പിന്നെ മണ്ണും വെള്ളവും കക്കായുടെ വെയിറ്റും ഒക്കെ കൂടി. അപ്പൊ അങ്ങനെയുള്ളവര് പൊതുവെ കുറെ പേർക്ക് അങ്ങനെ അവിടെ ഹെർണിയയുടെ പ്രശ്നമുണ്ട്. അവർക്കൊക്കെ നമ്മള് വരുമ്പോഴേ പറയുന്ന കാര്യം, ഇത് പ്രായമായവർക്ക് ഹെർണിയ മാറാൻ പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് മരുന്നുണ്ട്, എല്ലാവർക്കും മാറണമെന്നില്ല എന്ന് പറയും. അത് നമ്മളൊരു ജാമ്യം എടുക്കുന്നതാണ്. കാരണം എല്ലാവർക്കും
മാറാറില്ല. പക്ഷെ അത് കഴിക്കാനായി തയ്യാറാവുന്നവര് സർജറിയെ കുറിച്ച് സർജറി ഒരു മേജർ സർജറി ഇപ്പൊ കീഹോളൊക്കെ ഉണ്ട്, എന്നാലും പണ്ടൊക്കെ അത് മേജർ സർജറിയാണ്. മേജർ സർജറി എന്ന നിലയ്ക്ക് അത് ചെയ്യാൻ മടിയുള്ളവരും ഭയമുള്ളവരും ഒക്കെ അന്ന് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് നല്ല വ്യത്യാസം കാണാറുണ്ട്. അപ്പൊ നല്ല വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ളതല്ല. ഹെർണിയൽ ബെൽറ്റും ധരിച്ചുകൊണ്ട് ഇതേ ജോലി തന്നെ തുടരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദിവസവും ഈ വെയിറ്റ് എടുത്ത് ഈ ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം കാണിക്കാറുണ്ട്. പിന്നെ നമ്മളെ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ നക്കവും ലൈക്കോപോഡിയം, പിന്നെ ഞാൻ റോഡോഡെൻഡ്രോൺ കൊടുക്കാറുണ്ട്. റോഡോഡെൻഡ്രോൺ എനിക്ക് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതെന്റെ ഒരു അനുഭവമാണ്. പിന്നെ ഈ ഗ്യാസ് ഒന്നും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡിസ്റ്റൻഷൻ ഇപ്പൊ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് റഫാനസ് വരാറുണ്ട്. അത് പോസ്റ്റ് സർജിക്കൽ കേസിലും റഫാനസ് വളരെ നല്ല മെഡിസിൻ ആണ്. കാരണം സർജറി കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് ഒക്കെ പോകാതെ എന്തെങ്കിലും അബ്ഡോമിനൽ സർജറി കഴിഞ്ഞിട്ട് ഗ്യാസ് പോകാതെ ഡിസ്റ്റൻഷനും പിന്നെ ഗ്യാസ് പോകുന്നില്ല എന്ന് താഴോട്ടും മുകളിലോട്ടും പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് മെഡിസിൻ റഫാനസ് തന്നെയാണ്. അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ സിംറ്റം വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഗ്യാസ് പോകുന്നില്ല, ഭയങ്കരമായിട്ട് വയറ് വീർത്ത് നിൽക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് റഫാനസ് കൊടുക്കാം. സെൻസിറ്റീവ് ആണെങ്കിൽ ഗ്യാസ് പോകാതെ അവിടെ സെൻസിറ്റീവ് ആണെങ്കിൽ ലാക്കസിസ് കൊടുക്കാം. പിന്നെ പെയിന്റെ രീതി അനുസരിച്ചിട്ട് ബെൽഡോണ കൊടുക്കാം. ഏത് മെഡിസിനും നമ്മൾക്ക് എല്ലാത്തിനും നമ്മൾ ഈ പറയുന്ന പോലെ സിംറ്റമെറ്റോളജി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ പതോളജി നോക്കിയിട്ട് പതോളജി വെച്ചിട്ട് അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടെങ്കിൽ ബെൽ പോലുള്ള മെഡിസിൻ സഡൻ ഡോക്ടർ ആദ്യം ഞാൻ ബെൽഡോണയും കൊടുത്തിരുന്നു. ആദ്യം വന്ന സമയത്ത് ബെൽഡോണയും കൂടെയാണ് കൊടുത്തത്. ബെൽഡോണയും നക്സോമിക്കായും കൂടെയാണ് കൊടുത്തത്. അപ്പൊ ശരിയാണ്, പെയിൻ കുറയും. അപ്പൊ അങ്ങനെ അല്ല, പെയിൻ ഇതൊക്കെ സിംറ്റം വെച്ചിട്ട് നമ്മൾക്ക് ഈ ഏത് മെഡിസിൻ വേണമെങ്കിലും സിംറ്റം അതിന് ഇതുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ളതാണ് എന്റെ അനുഭവം. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് സാധാരണ ഈ കേസുകളിലൊക്കെ ഈ ഒരുപാട് മെഡിസിൻ ഒക്കെ പറയുന്നുണ്ടെങ്കിലും നക്സോം ലൈക്കോപോഡിയം ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻ കൊണ്ട് ഇത് മാറാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അംബലിക്കൽ ഹെർണിയൊക്കെ നന്നായിട്ട് മാറാറുണ്ട്. പിന്നെ ഈ ഇൻഗേൽ ഹെർണിയ ആണെങ്കിൽ പോലും അത് ബെൽറ്റും ധരിച്ചുകൊണ്ട് വെയിറ്റ് എടുക്കുന്നവർക്കും ഇപ്പോ എനിക്ക് തോന്നുന്ന കാരണം നമ്മള് മാറുക എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അവര് ജോലി തുടരുന്നുണ്ട്, വർഷങ്ങളായിട്ട് മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കേസുകളുണ്ട്. അത് പൊതുവെ ഹെർണിയക്ക് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അല്ല, സലിംകുമാർ പറഞ്ഞ ഒരു സിംറ്റം നമുക്ക് സിംറ്റത്തിൽ നോക്കുമ്പോൾ അത് കോളോസിന്തിന്റെ ഒക്കെ കുപ്രമറ്റ് കോളോസിന്ത് അതുപോലുള്ള ഒരു സിംറ്റം ആണത്. കാല് മടക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ കാല് മടക്കി വെക്കുന്നുണ്ടെങ്കിൽ കൊച്ചിനെ പ്രേരിപ്പിക്കുന്ന ഒരു മൊഡാലിറ്റി, എന്തെങ്കിലും റിലീഫ് കൊച്ചിന് തോന്നിയിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പിടിക്കാൻ തോന്നുന്ന അത് വെച്ചിട്ട് നമുക്ക് അതൊരു മെഡിസിൻ വേണേ സെലക്ട്. അതിപ്പോ അങ്ങനെ ഒരു കേസ് വന്നാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാമെന്നുള്ളതാണ്. ഇപ്പൊ ആ കേസ് പോയി, അതിന്റെ അല്ല അങ്ങനെ ഒരു കേസ് ഡോക്ടർ പറഞ്ഞ ശരിയാ. പക്ഷെ അത് അന്ന് വയറുവേദനയായിട്ട് കൊളോസിന്തും കമാവിലും അതൊക്കെ എല്ലാം പയറ്റി 1.5 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടതാ. പക്ഷെ ഒരു കാല് മാത്രമേ മടക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ബെൻഡിങ് ഡബിൾ എന്ന് പറയുന്ന പോലെ മറ്റേ കാലം കുട്ടി നിവർ തന്നെ പിടിക്കുന്നുണ്ട്. അതായത് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ഒരു കാലം മടക്കിയാലും കോളോസിന്ത് കൊടുക്കാം. പിന്നെ അന്ന് കൊളോസിന്ത് ഇതെല്ലാം പ്രയോഗിച്ച് നോക്കിയതാ. അപ്പൊ അത് അക്യൂട്ട് മെഡിസിൻ എന്നുള്ളതിൽ കൊളോസിന്ത് കൊടുക്കുക. അതുകൊണ്ട് ചിലപ്പോ വർക്ക് ചെയ്യണമെന്നില്ല. അക്യൂട്ടായിട്ട് ചിലപ്പോൾ അന്നതൊക്കെ കൊടുത്തിരുന്നോ? കാരണം ഇതെല്ലാം കൊളോസിന്തും കമാവിലെയും അതും ഇതും ബെല്ലും ഒക്കെ അതെ ശരിയാണ്. സ്റ്റാഫ്സാഗ്രിയ പറയുന്നുണ്ട്. അതായത് ട്രയോസില് ഒന്ന് സ്റ്റാഫ്സാഗ്രിയാണ്. പിന്നെ ആസിഡ് സൾഫ് ഇതിനല്ല. സ്റ്റാഫ്സാഗ്രിയാണ് കൊളോസിന്ത് കൊടുത്ത് മാറാത്ത ഇങ്ങനത്തെ പെയിന് സ്റ്റാഫ്സാഗ്രിയയിലേക്ക് പോകാനായിട്ട് പാരിങ്ടൺ പറയുന്നു. പാരിങ്ടന്റെ ഇതിൽ പറയുന്നുണ്ട് സ്റ്റാഫ്സാഗ്രിയ കൊടുക്കണം. അല്ല, അതുകൊണ്ട് മാറണം. ഇപ്പൊ അതിപ്പോ ഒരു ഹൈപ്പോത്തറ്റിക്സ് ആയിട്ടാണ്.
കഴിഞ്ഞു ആളുണ്ടാക്കി ഞാൻ ആ അവസാനിച്ചു. പ്രശോഭന ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആണ്. പ്രശോഭന എന്റെ ഡോക്ടറെ എന്റെ ഒരു കേസ് കൂടെ ഞാൻ പറയാം. ഒരു 7-8 വയസ്സുള്ള കുട്ടിയാണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് പെൺകുട്ടിയാണ്. അത് ക്ലിനിക്കിൽ വന്നാൽ നമുക്ക് തന്നെ ആ കുട്ടിയെ ഒന്ന് ഇറക്കി വിടണമെന്ന് തോന്നും. അത്രമാത്രം കൺസൾട്ടിങ് റൂമിൽ കയറി ആ കുട്ടി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാണുന്നതെല്ലാം വലിച്ചിടും, എല്ലാത്തിലും പോവും, കമ്പ്യൂട്ടറിൽ പിടിച്ചു വലിക്കും, എല്ലാം ചെയ്യും. അമ്മയൊക്കെ നിയന്ത്രിച്ചെന്ന് നിൽക്കില്ല. അത് കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആണ്, കുറച്ചൊരു ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. അപ്പൊ അത് എപ്പോഴും പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് വയറുവേദനയാണ്. അങ്ങനെ കുറെ എന്നും പറഞ്ഞാലും അവര് പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഫോൺ ചെയ്യും, സാറേ ആഹാരം കഴിച്ചു ഭയങ്കര വേദനയാണ്, വേദന കുറയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ഇതുപോലെ കൊളോസിന്തോ കാർബോജ് എല്ലാം കൊടുത്തു നോക്കി, എന്നിട്ടൊന്നും റിലീഫ് ഇല്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു വല്ല മെസൻട്രിക് ലിംഫാഡിനൈറ്റിസ് ആയിരിക്കുമെന്ന് വെച്ച് ഞാൻ അവസാനം നിവൃത്തിയില്ലാതെ അവരോട് പറഞ്ഞു ഒന്ന് അബ്ഡോമൻ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതറിയുന്നത് മെസൻട്രിക് ലിംഫാഡിനൈറ്റിസ് അല്ലായിരുന്നു. അപ്പോഴാണ് ഹിയാറ്റസ് ഹെർണിയാണെന്ന് അവര് റിപ്പോർട്ട് കിട്ടി. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഈ മെഡിസിൻ ഒന്നും കൊടുത്തിട്ട് നിവൃത്തിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അബീസ് നൈഗ്രയുടെ ഒരു സിംറ്റം കണ്ടു. അങ്ങനെ അബീസ് നൈഗ്ര ഫുഡ് കഴിച്ച ഉടനെ വയറുവേദന. ഈ കുട്ടിയുടെ പെക്യുലർ സിംറ്റാണ് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന തുടങ്ങും. ഈ മെഡിസിൻ കൊടുത്തു വിട്ടാലും അത് എന്തൊക്കെ കൊടുത്താലും അത് പിന്നെ എപ്പോ ഫുഡ് കഴിച്ചാലും ഇങ്ങനെ തന്നെ വയറുവേദന പറയും. അങ്ങനെ ഞാൻ പിന്നെ കുറെ തപ്പിയാണ് ഈ അബീസ് നൈഗ്ര അങ്ങനെ ഒരു സിംറ്റം കണ്ടിട്ട് അബീസ് നൈഗ്ര കൊടുത്ത് ഇപ്പൊ നല്ലോണം റിലീഫായി. ഒരു 5-6 മാസമായിട്ട് ആ പെയിൻ ഇല്ല. ഇപ്പൊ ആ കുട്ടിയെ ഗൾഫിലേക്ക്, അതിന്റെ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. അബീസ് നൈഗ്ര കൊടുത്തു. അതിനു മുമ്പ് ഞാൻ എല്ലാം നോക്കി. നമ്മളുടെ അവസാനമാണ് നമുക്ക് ഈ ഇത് കിട്ടിയത്, റിപ്പോർട്ട് കിട്ടിയത് അങ്ങനെയാണ്. മെസൻട്രിക് ലിംഫാഡിനൈറ്റിസ് ആയിരിക്കും ഏറ്റവും കുട്ടികൾക്ക് ഇപ്പൊ പ്രശ്നം ഉണ്ടാകുന്ന അതാണ്. അങ്ങനെയാണ് വയറുവേദന, സ്ഥിരമായ വയറുവേദന. അത് വെച്ച് നമ്മൾ കൊടുക്കാവുന്ന മെഡിസിൻ എല്ലാം കൊടുത്തിട്ടും രക്ഷയില്ല. അവസാനം സ്കാൻ ചെയ്തപ്പോഴാണ് ഹിയാറ്റസ് ഹെർണിയാണ്. അതിനിങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് പെയിൻ. ഈ അബീസ് നൈഗ്രയുടെ പെക്കൂലിയർ സിംറ്റം ആയിരുന്നു ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വയറുവേദന വരിക. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് നല്ലോണം, ആദ്യം 200 ഒക്കെ കൊടുത്തിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. വണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല റിലീഫ്. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ആ കുട്ടി ഒന്നും കംപ്ലൈൻസേ പറയുന്നില്ല അങ്ങനെയുള്ള. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ സിംറ്റം 6 മാസമായിട്ടില്ല അബീസ് കൊടുത്തതിൽ. പിന്നെ അങ്ങനെ ഒരു ഓർമ്മിക്കുന്ന ഒരു മെഡിസിൻ കൂടെ. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞോ പ്രശോഭൻ ഡോക്ടറെ? അതെ കഴിഞ്ഞു. ഫുഡ് താങ്ക് യു കഴിച്ചാൽ പ്രശോഭൻ. നക്സോമിക്കയും കാലിബൈക്കും വരും അല്ലെ? ഫുഡ് കഴിഞ്ഞാൽ ഉടനെ സ്റ്റമക്ക് ഏക്ക്. അത് ഞാൻ കാർബോഹൈഡ്രേറ്റ് കൊടുത്തു, നട്സ് കൊടുത്തു, അതെല്ലാം കൊടുത്തു. അതിന്റെയൊക്കെ ഒരു വണ്ണം വരെ കൊടുത്തു നോക്കി. അത് വണ്ണം കൊടുത്തിട്ട് ആക്ഷൻ ഇല്ലേ, പിന്നെ ഞാൻ ആ മെഡിസിൻ പിന്നെ ട്രൈ ചെയ്യാറില്ല ഹൈപ്പർടെൻസിയിലേക്ക്. അപ്പൊ അവസാനം നിവൃത്തിയില്ല. ഒരു 6 മാസത്തോളം നമ്മളൊക്കെ വന്ന് നിവൃത്തിയില്ലാതെ ഇപ്പൊ എന്തായാലും ഇനി ഇതായിരിക്കും മെസൻട്രിക് ലിംഫാഡിനൈറ്റിസ് ഇവിടെ നിറയെ ഉണ്ട്, അതുകൊണ്ട് അതായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷെ സ്കാൻ ചെയ്യിച്ചത്. സ്കാൻ ചെയ്തപ്പോൾ മെസൻട്രിക് ലിംഫാഡിനൈറ്റിസ് അല്ല ഹിയാറ്റസ് ഹെർണിയ അപ്പോഴാണ് ആദ്യമായിട്ട് അറിയണത് തന്നെ. അതറിഞ്ഞ് 200 ആണോ കൊടുത്തത്? അതെ 200 കുറെ ആദ്യം 30 കൊടുത്തു, 200 കൊടുത്തു, അത് കഴിഞ്ഞ് വണ്ണം കൊടുത്തു. വണ്ണം കൊടുത്തപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടിയുള്ളൂ. നെറ്റ് പൊട്ടൻസിയിലൊന്നും കിട്ടിയില്ല. അതൊരു 2-3 മാസത്തോളം കൊടുക്കേണ്ടി വന്നു മെഡിസിൻ എല്ലാം. ഇപ്പൊ 6 മാസമായിട്ട് ഈ വണ്ണം കൊടുത്ത ശേഷം 6 മാസമായിട്ട് ആ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവരിങ്ങനെ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, ധൈര്യമായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇപ്പൊ പോയിട്ട് 1 മാസത്തോളം. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവര് രാത്രിയിലും ഒക്കെ വിളിക്കും. ഈ കുട്ടി ഭയങ്കര വിശപ്പുകാരത്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ കിട്ടണതൊക്കെ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറുവേദനയാണ്. നമുക്ക് തന്നെ ഒരു തലവേദന ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വരുമ്പം തന്നെ കുറെ സമയം ഇവിടെ കൺസൾട്ട് റൂമിൽ നല്ല ബഹളാണ്. അതൊക്കെ കഴിഞ്ഞാണ് വിടുന്നത്. സ്കാനില് ഹിയാറ്റസ് ഹെർണിയയാണെന്ന് തെളിഞ്ഞു. ഇതായിരുന്നോ കൺഫേം ചെയ്ത? അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതിനു വേണ്ടി ഒരു മെഡിസിൻ തപ്പി. അപ്പൊ പിന്നെ മെഡിസിൻ തപ്പിയിട്ട് കുറെ നോക്കിയാണ് അബീസ് നൈഗ്ര എന്റെ ഒരു ഓർമ്മയിലൊന്നും വരുന്നില്ല. നമ്മുടെ ബോറിക്കിൽ അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. ബോറിക്കില് അബീസ് നൈഗ്രയിൽ അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. അത് ഞാൻ നോക്കിയാണ് ഈ അബീസ് നൈഗ്ര കണ്ടുപിടിച്ചത്. ബാക്കി മെഡിസിൻ ഒന്നും കൊടുത്തിട്ട് നിന്നില്ല. ഇത് കൊടുത്തപ്പോൾ നല്ല റിലീഫ് കിട്ടി. കുഴപ്പമില്ല. 6 മാസമായിട്ട് പ്രശ്നമേ ഇല്ല കുട്ടിക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എല്ലാവരും അത് വിട്ടുപോകാതെ നോക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.
പിന്നെ ചാറ്റ് ബോക്സിലൊരു ഇതുണ്ട് മെഡിസിൻ. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രശാന്ത് ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ചധികം കേസുകൾ അങ്ങനെ വന്ന് മെർക്കൈഡ് റൂബ് കൊടുത്ത് നല്ല റിസൾട്ട്, വേദന മാറി എന്ന് തന്നെ പറയാം. അങ്ങനെ 1-2 കേസ് മാറി. പിന്നെ ചില കേസുകൾ ഇപ്പോഴും ഗോയിങ് ഓൺ ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. മെർക്കൈഡ് റൂബ്. അപ്പൊ അത് പിന്നെ സ്ക്രോഫ്ലാരിസ് നോഡോസയും കൊടുക്കുന്നുണ്ട്. അത് 3X സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ മെറ്റീരിയൽ വായിക്കുമ്പോൾ അതിനകത്ത് സിംറ്റംസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും. റിസൾട്ട് കിട്ടിയത് മെർക്കൈഡ് റൂബ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഡിപ്പെൻസ് ആണല്ലോ, ഓരോ കേസുകൾ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നമുക്ക് മെഡിസിൻസ് കൊടുക്കാവുന്നത്. അപ്പൊ അതൊരു പിന്നെ അങ്ങനെ മെർക്കൈഡ് റൂബ് കൊണ്ടാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ആ പേഷ്യന്റ് ഇപ്പൊ വരുന്നുമില്ല, ഭയങ്കര പെയിൻ ആയിരുന്നു. ആദ്യം ഈ പറഞ്ഞതുപോലെ കോളോസിൻ ഒക്കെ കൊടുത്ത് അക്യൂട്ട് കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ടാണ് പിന്നെ സാവധാനം ആ മെർക്കൈഡ് റൂബിലോട്ട് വന്നത്. അപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഇരുന്ന് കേസ് എടുക്കുന്നത്. അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. വേറൊരു കാര്യം, ഇപ്പൊ സലിംബ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം പോലെ തന്നെ എനിക്കൊരു സയാറ്റിക്ക കേസ് പേഷ്യന്റ് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് സയാറ്റിക്കയാണ്. സിംറ്റംസ് ഒക്കെ ചോദിച്ചെല്ലാം കാലികാർബ് ആണ് കൊടുത്തത്. പക്ഷെ പിന്നെ ഞാൻ റെഫർ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി കാലികാർബ് അല്ലായിരുന്നു, കാലിയായിഡ് ആയിരുന്നു കൊടുത്തത്. കാരണം ആ അമ്മയ്ക്ക് കാല് ഫ്ലെക്സ് ചെയ്യുമ്പോൾ കുറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഹോംവർക്ക് ചെയ്ത് നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ കേസും നമ്മൾ ഓരോരുത്തരും പുതിയ കേസുകളായിട്ട് തന്നെ കണക്കാക്കി ട്രീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ പ്ലസ് ഇപ്പം ശ്രീധരക്കുറുപ്പ് സാറ് തൊട്ട് പറഞ്ഞതുപോലെ ഇപ്പം എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ളതും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളുടെ സാധ്യതകളും ലിമിറ്റേഷൻസും പേഷ്യൻസിനോട് പറഞ്ഞു കൊടുത്ത് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് നമ്മളോടുള്ള വിശ്വാസവും നമ്മുടെ സിസ്റ്റത്തിനോടുള്ള വിശ്വാസവും വർദ്ധിക്കുകയും നമ്മളും കോൺഫിഡന്റ് ആകും. അതുപോലെ തന്നെ പ്രോട്ടോകോൾസും ഇപ്പം ലത ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത് കുറവുണ്ടല്ലോ, വളരെ നല്ലത്. ഞാൻ അത്രയും അത് ശ്രദ്ധിച്ചില്ലായിരുന്നു, ദേവ ഡോക്ടറാണ് അത് പറഞ്ഞത്. ബാക്കിയുള്ള പ്രോട്ടോകോൾസും കൂടി പാലിക്കാൻ പറഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആകും. അപ്പം നമുക്ക് ഇങ്ങനെയും നമ്മളുടെ സിസ്റ്റത്തിൽ മെഡിസിൻസ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരോടും ഷെയർ ചെയ്യുമല്ലോ. ഇനി 2 മിനിറ്റും കൂടിയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ട്. എനിക്കൊരു പേഷ്യന്റ്, ഞാനത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു 28 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ മാരീഡ് ആണ്, കുട്ടിയായി. രാത്രിയായി കുഞ്ഞ് കിടന്ന് കരയണൊക്കെ കൊണ്ട് രാത്രി ഉറക്കമൊക്കെ കുറവാണ്. അതിനെ തുടർന്ന് ഭയങ്കരമായ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പൊ ക്യാൻ ബി ഹെറാറ്റിസ് ഹെർണിയ. അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ വന്നത് സിവിയർ അസിഡിറ്റി ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവന് എരിച്ചില് വന്നു കഴിഞ്ഞാല് അവന് ഹാർട്ട് അറ്റാക്ക് പോലെ തോന്നുന്നതാണ് അവൻ പറയണത്. അവൻ ബോളിൽ പിടിച്ച് നിൽക്കേണ്ടി വരും കുറെ നേരം, അനങ്ങാൻ പറ്റില്ല. പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ ഉണ്ടാവും. കഴിക്കാതിരിക്കുമ്പോ പിന്നെയും കുറച്ച് സുഖമാണെന്ന് പറയണു. പിന്നെ അല്ലെങ്കിലും ഉണ്ട്, ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇത് വരും. പെട്ടെന്നൊരു അറ്റാക്ക് പോലെ സിവിയർ ബേണിങ്, കുളിച്ച് തിരട്ടിയും വരും എന്ന് പറഞ്ഞ ഐറിസ് ആണ് കൊടുത്തത്. ആദ്യം ഞാൻ നക്സോമിക്കൊക്കെ കൊടുത്തു, കാരണം ഈ ലാക്ക് ഓഫ് സ്ലീപ്പ് ഒക്കെ കാരണമായിരിക്കും ഇത് ഉണ്ടായതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നക്സോമിക്കയില് ചെറിയൊരു റിലീഫ് കിട്ടിയെന്നല്ലാതെ ഭയങ്കര ഒരു ഹോമിയോപ്പത്തിക് റിലീഫ് കിട്ടിയില്ല. പിന്നെ ഐറിസ് 30 ആണ് കൊടുത്തത്. അതോടുകൂടി തന്നെ നല്ല റിലീഫായി. 2-3 പ്രാവശ്യമേ അത് കൊടുക്കേണ്ടി വന്നുള്ളൂ. ഇപ്പൊ അവന് ടോട്ടലി ഇല്ല, ആ ഒരു പ്രശ്നമില്ല. പിന്നെ അധികം നേരം വിശന്നിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ഫ്രീക്വന്റ് ഫീഡ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 തവണയായിട്ട് ആഹാരം കഴിക്കാൻ പറഞ്ഞു, ചെറിയ രീതിയിൽ. ഇപ്പൊ അവന് ഒരു കുഴപ്പമില്ല, ശരിയായിട്ടിരിക്കുന്നു. കഴിഞ്ഞോ ഡോക്ടറെ? കഴിഞ്ഞു. വളരെ നല്ലത്. നമ്മളെല്ലാവരും വിട്ടുപോയൊരു കാര്യമാണ്, ഇപ്പൊ ഡോക്ടർ അത് ഓർമ്മിപ്പിച്ചു. ഡയറ്റിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഓരോ കേസിലും ഇപ്പൊ പറഞ്ഞാൽ ഷോർട്ട് ഇന്റർവെൽസിൽ ഫുഡ് കൊടുക്കുക, പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളത് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. എന്തായാലും ഡ്രൈ ആയിട്ടിരുന്ന ഒരു സബ്ജക്ട് വളരെ ലൈവ് ആയിട്ട് നമുക്ക് പോയി. ഒരു ലാഗും ഡോക്ടറെ നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽകുമാർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരു പോയിന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. പറഞ്ഞാട്ടെ. അതായത് നമ്മുടെ അംബലിക്കൽ ഹെർണിയ ഞാനിങ്ങനെ പല ബുക്കുകളും റെഫർ ചെയ്യുമ്പോൾ ഏതോ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. പിറ്റ്യൂട്ടറി 30.
പിറ്റ്യൂട്ടറിൻ 30 എനിക്കൊരു അമ്പലിക്കേറിന് സർജിക്കൽ പറഞ്ഞ കേസാണ്. അപ്പൊ പലതും കൊടുത്ത് പ്ലംബം മറ്റ് പലതൊക്കെ കൊടുത്തിരുന്നു, നെക്സോമിക്ക ലൈക്കോപോഡിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അവസാനം പെയിൻ കുറയത്തില്ല. അവസാനം അവർക്ക് സർജറിക്ക് വേണ്ടി വിട്ടപ്പം ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോ BP ഭയങ്കര ഇതായതുകൊണ്ട് സർജറി ചെയ്തില്ല. ഒരു 6 കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പൊ ഒരു 6 മാസം പിറ്റ്യൂട്ടറിൻ 30 കൂടെ കൊടുത്തു, ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൂടെ പിറ്റ്യൂട്ടറിൻ 30 കൂടെ കൊടുത്തു. ഇപ്പൊ ഒരു 7 കൊല്ലത്തോളായി ഇതുവരെ സർജറി ചെയ്തിട്ടില്ല. നല്ലൊരു അത് എക്സ്പീരിയൻസ്. പിറ്റ്യൂട്ടറിന് അങ്ങനെ ഒരു ഏതോ ഒരു ബുക്ക് ചെയ്ത് കിട്ടിയതാണ് പിറ്റ്യൂട്ടറിൻ. പിറ്റ്യൂട്ടറിൻ സാർ അത് പിറ്റ്യൂട്ടറി 30 എങ്ങനെ കൊടുത്തു? റിപ്പീറ്റഡ് മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു? റിപ്പീറ്റഡ് മെഡിക്കേറ്റ് ചെയ്ത് റിപ്പീറ്റഡ് ദിവസം 2 നേരം കൊടുത്തു. ഓക്കെ സാർ. ഓക്കെ, എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൂടെ കൊടുത്തപ്പോഴത്തേക്ക്. പിന്നെ മിക്ക ഇൻജുറി ഹെർണിയ കേസുകളിലും ഞാൻ സാധാരണഗതിയിൽ ഹെർണിയ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാറുള്ളൂ. അതെ അതെ, അത് വളരെ അത് വളരെ എല്ലാവരും അത്യാവശ്യം. ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഹെർണിയ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാവൂ. കാരണം ഇതിന് അവർ ചെയ്യുന്നത് ഒരു ഒരു വല വെച്ചിട്ടാണ് സർജറി ചെയ്യുന്നത്. ആ വലയും കൂടെ വീണ്ടും ആ സർജറി ചെയ്താലും വീണ്ടും വരുന്നുണ്ട് പലതും, അതെ അതെ, അത് റിക്കറിങ് ഞാൻ ആയിട്ട് വരുന്നുണ്ട്. അതെ ആ സാർ. വലയുടെ ഒരു എഫക്ട് നമ്മുടെ ഈ ഹെർണിയ ബെൽറ്റ് കിട്ടും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട്. നമുക്ക് 100% ക്യൂർ ഒന്നും കിട്ടത്തില്ല, പക്ഷേ ഒരു 60 to 70% നമുക്ക് പേഷ്യന്റിനെ തള്ളി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു. അനിൽ ഡോക്ടറെ ഒരു സെക്കൻഡ്, ഇൻക്വയറി ഹെർണിയാണോ? അതെ, എനിക്കുള്ള ഹെർണിയ. ഹെർണിയ Okay, ബെൽറ്റ് okay, എല്ലാ സർജിക്കൽസിലും കിട്ടും. ഓക്കെ ഓക്കെ. പലർക്കും അറിയില്ല. ഗൾഫിൽ വരുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ്. ചിലർ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എല്ലാവർക്കും തന്നെ ശ്രീധരക്കുറുപ്പ് ഡോക്ടർ തൊട്ട് സലികുമാർ ഡോക്ടർ, പിന്നെ ഇപ്പൊ അവസാനം പറഞ്ഞ അനിൽകുമാർ ഡോക്ടർ, ദേവൻ ഡോക്ടർ, പ്രശോഭനൻ ഡോക്ടർ, ദീപ പ്രകാശ് ഡോക്ടറുടെ ചാറ്റിലുണ്ടായിരുന്നു, പിന്നെ ശോഭന രാമവർമ്മ ഡോക്ടർ, പിന്നെ ഗീത ഡോക്ടർ, അങ്ങനെ എല്ലാവരെയും തന്നെ, ലതാ മനോഹരൻ ഡോക്ടർ, എല്ലാവരെയും തന്നെ, സലീംകുമാർ ഡോക്ടർ, എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. സലീംകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈ ആയിട്ട് പോകുമായിരുന്ന ഒരു സബ്ജക്ട് ലൈവായിട്ട് പോയി. വളരെ സന്തോഷം. അപ്പം ഈ ഒരു ചർച്ചയിലൂടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഈ ഒരു ഹെർണിയ കേസ്, ഇന്നലെ നമ്മൾ സേട്ട് സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്യാൻസർ കേസ് നമുക്ക് ഐസ്ക്രീം കഴിക്കുന്ന രീതിയിൽ ചികിത്സിക്കാമെന്ന് പറഞ്ഞതുപോലെ ഈ ഹെർണിയ കേസ് വന്നാലും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ നമ്മൾ കൈവിടാതെ കാര്യങ്ങൾ പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് ഉറപ്പായിട്ടും കൊടുത്താൽ ദേവൻ ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ദൈനംദിന ജോലികൾ ചെയ്തു പോകുവാനായിട്ട് സാധിക്കും. ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളോ പ്രതീക്ഷകളോ അല്ല, ഉള്ള കാര്യം അതുപോലെ പറഞ്ഞ് നമ്മുടെ സിസ്റ്റത്തിന്റെ ആ ഒരു പ്രയോജനം അത് ഫലപ്രദമാക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ധനേഷ് ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈശ്വരനോട് ഇത്രയും